കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനു കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും ആ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ കനവിൽ ഒന്ന് വന്ന് പുണരൂ കാത്തിരിക്കാം ഞാനും ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും മദ്ഹിൽ കോർത്ത വരികൾ ഹബീബി പാടി പല നാളിലായി മധുരം തരുമോ അരികിൽ ഹബീബി ജീവൻ എന്നിൽ സഫലമായി മോഹവും സഫലമാക്കി കിനാവിൽ വന്നു എന്നാൽ മോഹവും സഫലമാക്കി കിനാവിൽ വന്നു എന്നാൽ മതി മറക്കാം കനവിലെത്തു ഹബീബി ആ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താലെ പാടാം ഞാൻ കനവിൽ ഒന്ന് വന്ന് പുണരൂ കാത്തിരിക്കാം ഞാനും ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കാത്തിരിക്കാം എന്റെ ഹബീബി കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും ബദറും ഉഹ്ദിലൊന്നു ഹബീബി ഞാനില്ല സ്വഹബോരിലായി ബദറെ കണ്ടതിൽ Ya Nabi salam alaikum Fucking
بسم الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله الله أكبر بسم الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد മതി മറക്കാം കനവിലെത്തു ഹബീബി ആ സ്നേഹത്താലടുക്കാം ഞാൻ മോഹത്താൽ പാടാം ഞാൻ ആ സ്നേഹത്താലടു മുമ്പുള്ള പള്ളി തന്നെ അല്ലേ ആ പിന്നെ വേറെന്താണ്ട് അല്ല പ്രസിഡന്റ് ഞാൻ ഏൽപ്പിക്ക് ഇത്ര സ്ഥലം മെഹ്റാമിൻ്റെ മുമ്പിലുള്ള സ്ഥലം പള്ളിയിലോട് കൂട്ടാൻ വേണ്ടി ജമാഅത്തിന്റെ വക എന്നെ ഏൽപ്പിക്കും. ഞങ്ങൾ ജമാഅത്തിന്റെ വകയിൽ ഞാൻ ഇത്ര ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. പള്ളിനല്ല, പള്ളി ആയിട്ടില്ല. സ്ഥലം പള്ളിയാക്കാൻ ഞാൻ സ്വീകരിച്ചു. ഈ വലിയ പള്ളിയാണ് നേരത്തെ അഫ് ചെയ്തതും ഉദ്ഘാടനം ചെയ്തതുമാണ്. ഇപ്പം പുതുക്കി പണിത നിരക്കെ ഒരു ഇനഗ്രേഷൻ തുടക്കം കുറിച്ചു വന്നേ ഉള്ളൂ. ഈ മെഹ്റാബിൻ്റെ മുമ്പിൽ ചേർത്ത് ആ മതിലിൻ്റെ ഇടയിലുള്ള സ്ഥലം അത്ര പള്ളിയാക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച പ്രകാരം വഖഫ്തു ലില്ലാഹി തആല മസ്ജിദ്. നവീകരണമായ കാര്യക്രമത്തെ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളെ അട്ടം ചെയ്താട്ടം പയതങ്ങളുടെ ഈ കാലങ്ങളിൽ പഞ്ചായത്ത് ജമാഅത്തിന്റെ വകയിൽ ആരാധനമായി സ്വാഗതമാക്കിയിട്ടുള്ള അതേപോലെ ഞങ്ങളെ കർണാടക ഗണരാജ്യ സർക്കാരിന്റെ സഭാധ്യക്ഷരായ യുവി ഖാദർ സാബും ഞങ്ങൾ മാജി MLA ഞങ്ങൾ മുന്നൂറ് വയലിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തെ MLA ഞങ്ങൾ എല്ലാവരുമായി വോട്ടെടുത്ത് കാലത്തിൽ ഞങ്ങൾക്ക് എന്ത് പറ്റിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളെ ഈ ലിമിറ്റേഷൻ പ്രകാരം ഞങ്ങളെ ഇപ്പൊ ക്ഷേത്രത്തിലുള്ള അയലിലുണ്ടാണ് ഞങ്ങളെ ജമാഅത്ത് പറമ്പത്ത് ഞങ്ങൾ ആടുന്ന മെട്രോ പറമ്പാണ് എന്റെ സ്വാഗതാക്കളെ അതേപോലെ ഞങ്ങൾ രാജ്യസഭ എടപ്പായ അബ്ദുൽ വൈസ് ചാൻസലർ എടപ്പായ യൂണിവേഴ്സിറ്റി ഞങ്ങൾ തൊഴിൽ ഞങ്ങൾ എല്ലാവരും ആത്മീയരായ ഞങ്ങളുടെ നായകരായ അബ്ദുൽ സാബുറോ നാണ് ജമാഅത്തിന് പറമ്പത്തും ആടുന്ന കമ്മിറ്റി പറമ്പത്ത് ഇവിടെ ഇന്ന് എല്ലാവരും സീരിയൽ പറമ്പാണ് എല്ലാ സ്വാഗതാക്കളുള്ള അൽഹംദുലില്ലാഹ് ഇന്ത്യ ഞങ്ങളെ ഈ പാവപ്പെട്ട ആർത്ഥികമായിട്ടും സാമാജികമായിട്ടും എല്ലാവർക്കും നിർവഹിച്ചതായ ആർത്ഥികമായിട്ട് ഞങ്ങൾ ചമ്മ ഇന്ദുളിത ഒരു പ്രദേശമായിട്ട് ബജാർ നൽകുന്ന ചൊല്ലിന്റെ കൂടെ എല്ലാവരും കൂലി കാർമികരും പാവപ്പെട്ടനും എല്ലാവരും ഫിസ്കിനും എല്ലാവർക്കും ആത്മാറായിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഈ ജമാഅത്തിൽ ഞങ്ങളുടെ പള്ളിയിലെ ഇതെല്ലാം എല്ലാവരും ധാന്യങ്ങൾ എല്ലാവരും സാക്കാർക്കും ജമാഅത്തിലും പ്രതിയൊന്നും ചെറിയ മക്കൾ കുറിച്ച് പൈസലകത്തോ നല്ലൊരു സഹായകത്തെ എല്ലാവരും ആർത്ഥികമായിട്ടും എല്ലാ മതങ്ങളും ഞങ്ങൾ സഹായിച്ചതോട് പരോക്ഷമായി എല്ലാ മതങ്ങളും സഹായിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഈ പള്ളിയുടെ ഉദ്ഘാടന ആയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹ് ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു പോരല്ലാഹ് ശുക്ർ അല്ലാഹ് ഞങ്ങൾ സ്തുതിക്കുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞങ്ങളെ ഖാദർ സാഹിബ് ഞങ്ങളുടെ ചമ്മ പക്കവരെയും കൂടുതൽ ടൈമില്ല ആ കാരണം ടൈം പക്കവരെയും അവകാശമില്ല അത് കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇന്നത്തെ നാട്ടിൽ നിങ്ങൾ ബന്ധങ്ങളെല്ലാം ചങ്ങായിമാരും ബന്ധരായത്തങ്ങളും മറായത്തങ്ങളും എൻ്റെ ആത്മീയമായ ചങ്ങായിമാരും കുടുംബങ്ങളും സമ്മായമാരും എല്ലാ ബന്ധപ്പെട്ട മുമ്മിനായ എല്ലാവരും പിന്നെ ഞങ്ങളെ സലഹ സമിതിയുടെ വക്സല സമിതിയുടെ അധ്യക്ഷ മന്ത്രി
പിന്നെ എല്ലാ ചങ്ങന്മാരും വന്നതിൽ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ആക്കിയപ്പോൾ പിന്നോട്ട് നിങ്ങൾ സ്വാഗതം ആക്കിയപ്പോൾ തന്നെ ഈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ഞങ്ങളെ ഉദ്ദേശിച്ചിട്ട് ഖാദർ സാബ് ചങ്ങി ಶುಭಾರೈಸುವುದನ್ನು ಕೇಳ್ಕೊಳ್ಬೇಕು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಪವಿತ್ರವಾದ ಬದೇ ಜುಮಾ ಮಸೀದ್ ಇದರ ಪುನರ್ನಿರ್ಮಾಣ ಮತ್ತು ಇದರ ಸೌಂದರ್ಯೀಕರಣದ ಈ ಒಂದು ಉದ್ಘಾಟನೆ ನಮಗೆ ಆದರಣೀಯರು, ನಮಗೆ ಬಹುಮಾನ್ಯರಾಗಿರುವಂಥ ಧಾರ್ಮಿಕವಾಗಿ, ಶೈಕ್ಷಣಿಕವಾಗಿ ಆರು ದೇಶದಲ್ಲಿ ಕೂಡ ಈ ಬಜಲನ್ನು ಕೂಡ ಮರೆಯಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಆ ಹಿರಿಯರು ಉಲೇಮಾಗಳು ಆ ಕಾಲದಲ್ಲಿ ಏನೇ ಒಂದು ವ್ಯವಸ್ಥೆ ಇರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಕಾಪಾಡಿಕೊಂಡ ಗೌರವವನ್ನು ಯುವಜನಾಂಗ ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತೇನೆ. ಯುವಕರ ಬಗ್ಗೆ ದೊಡ್ಡ ಮಟ್ಟದ ಜವಾಬ್ದಾರಿ ಆ ಹಿರಿಯರ ಕೊಟ್ಟ ಗೌರವವನ್ನು ಉಳಿಸಿಕೊಂಡು ಹೋಗುವಂತ ಅವಕಾಶ ಆಗಬೇಕು. ಎಲ್ಲರ ಜೊತೆ ಒಗ್ಗಟ್ಟಿನ ಮುಖಾಂತರ ಹೋಗ್ಬೇಕು. ನಾವೆಲ್ಲರೂ ಪ್ರೀತಿ, ವಿಶ್ವಾಸ ಮತ್ತು ಸೋದರತೆ ಒಂದು ನಿರ್ಮಾಣ ಮಾಡಲಿಕ್ಕೆ ಒಗ್ಗಟ್ಟಿನ ಹೋಗುವಂತ ಅವಕಾಶ ಆಗಲಿ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತೇನೆ. ಅದಕ್ಕಾಗಿ ತಾಳ್ಮೆ, ಪ್ರೀತಿ, ವಿಶ್ವಾಸ, ಸೋದರತೆ ಯಾರಾದ್ರೂ ಉಪದ್ರ ಮಾಡಿದ್ರೆ ಅವನು ಕ್ಷಮಿಸಿ. ಅಲ್ಲಾಹ್ ತಾಲಾ ನಮ್ಮನ್ನು ಕ್ಷಮಿಸ್ತಾರೆ. ಯಾರು ನಾವೇ ಪ್ರತಿಫಲ ಕೊಡಲಿ. ಎಲ್ಲ ಕ್ಷಮಿಸಿಕೊಂಡು ಒಗ್ಗಟ್ಟಿನ ಮುಂದೆ ಹೋಗುವಂತ ಅವಕಾಶ ಆಗಲಿ ಅಂತ ಹೇಳ್ಕೊಳ್ತಾ ನಾನು ಮತ್ತೊಮ್ಮೆ ಅತ್ಯಂತ ನನಗೆ ಆದರಣ ಕೊಡುವಂತ ತಂಗಲ ದ್ವಾನ ಕೇಳಿಕೊಂಡು, ನಿಮ್ಮೆಲ್ಲ ದ್ವಾನ ಕೇಳಿಕೊಂಡು, ನನ್ನಿಂದ ಸಹಕರಿಸಿದ ಸ್ನೇಹಿತರು ಕೂಡ ನಾನೆಲ್ಲ ಮುಂದೆ ನಿಂತು ನಿಮ್ಗೆ ಎಲ್ಲಾ ರೀತಿಯ ಸಹಕಾರ ಖಂಡಿತವಾಗಿ ಕೊಡ್ತೇನೆ ಕೇಳಿಕೊಳ್ತಾ ಮತ್ತೊಮ್ಮೆ ನಮ್ಮ ಜುಮಾ ಮಸೀದಿ ಅಧ್ಯಕ್ಷ ಅಂತ ಬಜರವರಿಗೂ ಎಲ್ಲ ಸದಸ್ಯರಿಗೂ ಖತೀಬ ಉಲೇಮಾಗಳಿಗೂ ಎಲ್ಲ ಜನಪ್ರತಿನಿಧಿಗಳ ವಿಶೇಷ ಸದಸ್ಯರ ಮಾತು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ವಾಲೈಕುಂ ಸಲಾಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಖಾದರ್ ಸಾಬ್ ಅವರಿಗೆ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ನಮ್ಮ HH ಅಮೀನ್ ಅವರು ಸಹ ಬಂದಿದ್ದಾರೆ. ಅವರನ್ನು ಸಹ ನಾನು ನಮ್ಮ ಜಮಾತ್ನ ಪರವಾಗಿ, ನಮ್ಮ ಆನಂದ ಕಮಿಟಿಯ ಪರವಾಗಿ, ಊರಿನವರ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತೇನೆ. ಅದೇ ರೀತಿ ಎಲ್ಲ ಬಂದ ನಮ್ಮಲ್ಲಿ ಬಂದಂತೆ ಎಲ್ಲ ನಮ್ಮ ಗೆಸ್ಟ್ಗಳಿದ್ದಾರೆ, ಅವರನ್ನೆಲ್ಲ ನಾವು ಜುಮಾ ನಂತರ ಸ್ವಾಗತಿಸ್ತೇವೆ. ಈಗ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ, ಈ ಸಭೆಯನ್ನು ಉದ್ದೇಶಿಸಿ أشهد أن محمدا رسول الله
ಅದೇ ರೀತಿ ನಮ್ಮ ಆಹ್ವಾನವನ್ನು ಸ್ವೀಕರಿಸಿ ಬಂದು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದಂತಹ ಜನಪ್ರಿಯ ನಾಯಕರಾದ ಯುಟಿ ಖಾದರ್ ಅವರಿಗೆ ಜಮಾತಿನ ಪರವಾಗಿ 50ನೇ ವಾರ್ಷಿಕ ಹಾಗೂ ನೂತನ ಮಸೀದಿಯ ಕಟ್ಟಡ ಉದ್ಘಾಟನಾ ಸಲುವಾಗಿ ಸಾಲು ಹೊರಿಸಿ ನಮ್ಮನ್ನು ನೀಡಿ ಗೌರವಿಸಲಾಗುವುದು. ಜಮಾತಿನ ಅಧ್ಯಕ್ಷರು, ಅದೇ ರೀತಿ ನಮ್ಮ ಕಾರ್ಪೊರೇಟರ್ ಕೆ ಅಶ್ರಫ್ ಅವರು, ಅದೇ ರೀತಿ ಉಸ್ತಾದ್ ಅಬ್ದುಲ್ ನಾಸರ್ ಸಾಹೇಬ್ ಅವರು ಎಲ್ಲರೂ ಕೂಡಿ ಸಹ ಗೌರವ ನೀಡಬೇಕಾಗಿ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಅಬ್ದುಲ್ ಮುನೀರ್ ಅವರು ಸಹ ದಯವಿಟ್ಟು ಸಹಕರಿಸಿ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದು. കണ്ണിൽ കൽബിൽ ഹബീബി കണ്ടതില്ല ഒരു നാളും, കാണാനൊത്തിരി ഹബീബി കാത്തിരുന്നു പല നാളും. ಅದೇ ರೀತಿ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರಲು ಸಹಕರಿಸಿದಂತಹ ಜನಾಬ್ ಹಾಜಿ ಅಬ್ದುಲ್ಲಾ ಕೋನಿ, ಚಾನ್ಸಲರ್ ಯಾನಪೋಯ ಸಂಸ್ಥೆ, ಇವರನ್ನು ಕೂಡ ಜಮಾತನ ಪರವಾಗಿ ಸಾಲು ಹೊರಿಸಿ ಅದೇ ರೀತಿ ಮೆಮ್ಮಟ್ಟು ನೀಡಿ ಗೌರವಿಸಲಾಗಲು ಸಯ್ಯದ್ ಆಟಗಾಯಿ ತಮ್ಮವರು ಕಾರ್ಯ ನಿರ್ವಹಿಸಬೇಕಾಗಿ ವಿನಂತಿ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. ಬರಕತಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದು. ಮಸೀದಿಯ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ ಯಾನಪೋಯ ಸಂಸ್ಥೆಯ ಕುಲಪತಿಗಳು ಎರಡು ಮಾತುಗಳನ್ನಾಡಿ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಈಗಾಗಲೇ ಈ ನವೀಕರಿಸಿದ ಮಸೀದಿಯನ್ನು ಉದ್ಘಾಟಿಸಿದ ನಮ್ಮೆಲ್ಲರ ಕಣ್ಮಣಿಯಾದ ಆಟಕವಾದವರೇ, ನಮ್ಮ ಕರ್ನಾಟಕದ ಸಭಾಧ್ಯಕ್ಷರಾದ ಮತ್ತು ಒಬ್ಬ ಪ್ರೀತಿಯ ಪುತ್ರ, ನಮ್ಮ ಊರಿನ ಪ್ರೀತಿಯ ಪುತ್ರರಾದ ಯುಟಿ ಖಾದರ್ ಅವರೇ, ಈ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರಾದ ರೌಫರವರೇ ಮತ್ತು ಇಲ್ಲಿ ನಡೆದಿರುವ ನನ್ನ ಸಹೋದರರೇ, ನಿಮಗೆಲ್ಲರಿಗೂ ಮೊತ್ತ ಮೊದಲನೇದಾಗಿ ಶುಭಾಶಯಗಳನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಈ ಒಂದು ಮಸೀದಿಯನ್ನು ಇಷ್ಟು ಚೆನ್ನಾಗಿ ಮಾಡಿ ನೋಡಿ ನನಗೆ ಬಹಳ ಆಶ್ಚರ್ಯವಾಯಿತು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಜಮಾತಿನವರಿಗೂ, ಇದರ ಅಧ್ಯಕ್ಷರಿಗೂ, ಇದರ ಎಲ್ಲ ಸದಸ್ಯರಿಗೂ ನಾನು ನನ್ನ ಶುಭಕಾಮನೆಯನ್ನು ಅರ್ಪಿಸ್ತೇನೆ. ಭಾಳ ಚೆನ್ನಾಗಿ ಮಾಡಿದ್ದಾರೆ. ನಾನು ಇಷ್ಟು ಚಂದ ಇವರು ಇಲ್ಲಿ ಮಾಡ್ತಾರೆ ಅಂತ ಅನ್ನಿಸಲಿಲ್ಲ. ಚೆಂದಾಗಿ, ಭಾಳ ಚೆಂದ ಆಯಿತು. ಅದೇ ರೀತಿ ಬರೀ ಮಸೀದಿಯನ್ನು ನಾವು ಕಟ್ಟಿದರೆ ಸಾಲದು, ಅದರ ಪ್ರಯೋಜನವನ್ನು ನಾವು ಪಡ್ಕೊಳ್ಬೇಕು. ಎಲ್ಲ ವಕ್ತಿಗೆ ಬಂದು ನಮಾಜ್ ನಾವು ಮಾಡಬೇಕು. ಬರೀ ಜುಮಾ ಮಸೀದಿಗೆ ನಮಸ್ಕಾರಕ್ಕೆ ಬಂದರೆ ಸಾಕು, ಎಲ್ಲ ವಕ್ತದಲ್ಲಿಯೂ ಜನ ಇದ್ದು ಇದನ್ನು ಒಳ್ಳೆಯ ರೀತಿ ನಡೆದುಕೊಂಡು ಬರಬೇಕು ಎಂದು ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತೇನೆ. ಹೆಚ್ಚು ಮಾತಾಡುವ ಸಮಯ ಅಲ್ಲ ಇದು, ಯಾಕಂದರೆ ಜುಮಾ ಸಮಯ ಆಗಿದೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನನ್ನನ್ನು ಆಹ್ವಾನಿಸಿ ನನ್ನನ್ನು ಗೌರವಿಸಿದ ನಿಮಗೆಲ್ಲರಿಗೂ ನನ್ನ ತಪ್ಪುವುದು ವಂದನೆಯನ್ನು ಅರ್ಪಿಸಿ ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದಿ ಹಯಾತುಲ್ ಇಸ್ಲಾಂ ಮದ್ರಸಾ ಬಜಾಲ್ ನಂತೂರ್ 1973ನೇ ಸ್ಥಾಪನೆ ಆದಂಥ ಎಳೆಯ ಕಾಲದ ಮಸೀದಿ ಇದು. ವಿವಿಧ ರೀತಿಯಲ್ಲಿ, ನಾನಾ ರೀತಿಯಲ್ಲಿ ನಾವು ಇದನ್ನು ಪುನರ್ನಿರ್ಮಾಣ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ದೇವೆ. ಇವಾಗ 50 ವರ್ಷ ತಲುಪಿದ ಕಾರಣ ಅತ್ಯಾಧುನಿಕ ಒಂದು ರೀತಿಯಲ್ಲಿ ನಾವು ಇವತ್ತು ಈ ಮಸೀದಿಯನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಲೋಕಾರ್ಪಣೆ ಈಗಾಗಲೇ ಸೈಯದ್ ಆಟಮ್ ತಂಗಲ್ ಅವರು ಈಗಾಗಲೇ ಈ ಮಸೀದಿಯನ್ನು ಲೋಕಾರ್ಪಣೆ ಮಾಡಿದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಅದೇ ರೀತಿ
ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯ ಸರ್ಕಾರದ ಸಭಾಧ್ಯಕ್ಷರಾದ UT ಖಾದರ್ ಸಾಬು ಅವರು ಸಹ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಆಗಮಿಸಿ ಭಾಗವಹಿಸಿದರು. ಅದೇ ರೀತಿ ಯಾಣಪ್ಪಯ ಚಾನ್ಸಲರಾದ ವೈ ಅಬ್ದುಲ್ಲಾ ಕುಂಜಿ ಅವರು ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದರು. ಅದೇ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ಗಣ್ಯಾತಿ ಗಣ್ಯರು ಇವತ್ತಿನ ಈ ದಿವಸದಲ್ಲಿ ಭಾಗವಹಿಸಿ ಊರಿನ ಎಲ್ಲ ಜನಗಳು 7 ವರ್ಷದಿಂದ ಹಿರಿಯ ಪ್ರಾಯದ ತನಕ ಎಲ್ಲರೂ ಕಿರಿಯರು ಹಿರಿಯರು ಎಲ್ಲರೂ ಸೇರಿ ಭಾಗವಹಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಅಚ್ಚುಕಟ್ಟಾಗಿ ಚಂದ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವ್ರಿಗೆಲ್ಲರಿಗೂ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳುತ್ತೇನೆ. ಅದೇ ರೀತಿ ಇವತ್ತು ಈ ನಮ್ಮ ನವೀಕೃತಗೊಂಡ ಮಸೀದಿಯ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂಥ ವಫ್ಕ್ನ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ದುಲ್ ನಾಸಿರ್ ಅವರು, ಅದೇ ರೀತಿ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾದ SMR ರಶೀದಾಜಿ ಅವರು, HHC ಅಮೀನ್ರವರು ಮತ್ತು ಬೇರೆ ರೀತಿಯಲ್ಲಿ ಬರುವಂಥ ಎಲ್ಲ ನಮ್ಮ ದಾನಿಗಳು, ನಮಗೆ ಸಹಾಯ ಮಾಡಿದವರು, ಸಾಕಾರ ಮಾಡಿದವರು ಎಲ್ಲರೂ ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದಾರೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಊರಿನ ಪ್ರತಿಯೊಂದು ಜನಗಳು, ನಾವು ಈ ಪ್ರದೇಶ ಒಂದು ಆರ್ಥಿಕವಾಗಿ ಹಿಂದುಳಿದಂಥ ಒಂದು ಪ್ರದೇಶ, ಈ ಪ್ರದೇಶದ ಎಲ್ಲ ಜನಗಳು ಸೇರಿ ಉತ್ಸಾಹದಿಂದ ಭಾಳಷ್ಟು ಮುತುವರ್ಜಿ ವಹಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇವತ್ತು ಯಶಸ್ವಿ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೆಲ್ಲರಿಗೂ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದವನ್ನು ತಿಳಿಸಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಅಲ್ಹಾಜಿ ಅಬ್ದುಲ್ ಕುಂಜೀರ್ ಅವರಿಗೆ ತಂಗಳವರು ಜುಮಾ ನಮಾಜಿನ ಬಳಿಕ ಜಮಾತಿನವರಿಗೊಂದಿಗೆ ಮಾತನಾಡಿಕೆ ಇದೆಯಂತೆ. ಜುಮಾ ಸಮಯ ಇದೊಂದು ಸಮಾರಂಭ ನಡೆಸುವ ಸಮಯವಲ್ಲ, ಅದರ ಉದ್ಘಾಟನೆಗಾಗಿ ಒಂದು ಕಾಲು ಗಂಟೆ ಮಾತ್ರ ಅದಕ್ಕೆ ಉಪಯೋಗಿಸಿದ್ದು. ಇಲ್ಲಿ ಜುಮಾ ಆದ ಕಾರಣ ಇಲ್ಲಿ ದಿಕ್ಕಿಲು ಸಲಾತ್ ದುವಾ ಅದಕ್ಕೆ ಸೀಮಿತವಾದ ಸಮಯ. ಅದರಿಂದ ತಂಗಳವರು ಹೇಳಿದ್ದಾರೆ ಜುಮಾ ನಂತರ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿಗೆ ಚುಟುಕಾಗಿ ಮುಗಿಸುವುದು. ನಾನು ಜಮಾತಿನ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ದುಲ್ ರೌಫರ್ ಅವರು ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂಥ ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಇಲ್ಲದ ಕಾರಣ ಮಾತಾಡಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಅದು ನಾನು ಮಾತಾಡುವುದಿಲ್ಲ, ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಣೆ ಮಾತ್ರ ಮಾಡ್ತೇನೆ. ನಮ್ಮ ಆಟಬಾಯದಂಗಲ್ ಈ ಆಗಮನಕ್ಕೆ ಅವರಿಗೆ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸ್ತಾ, ನಮ್ಮ ಸಭಾಧ್ಯಕ್ಷರ ಕರ್ನಾಟಕ ರಾಜ್ಯದ ಸಭಾಧ್ಯಕ್ಷರಾದ UT ಖಾದರ್ ಸಾಬ್ ಅವರಿಗೆ ಅವ್ರಿಗೂ ಸಹ, ಅದೇ ರೀತಿ ನಮ್ಮ ಚಾನ್ಸಲರ್ ಆದ ನಮ್ಮ ನಾಯಕರಾದ ಏನಪ್ಪ ಅಬ್ದುಲ್ ಕುಂಜಿ ಅವರಿಗೂ, ಮತ್ತೆ ಬಂದಂಥ ಎಲ್ಲ ನಮ್ಮ ಆತ್ಮೀಯ ಎಲ್ಲ ನಮ್ಮ ಸ್ನೇಹಿತರಿಗೂ, ಬಂದಂಥ ಎಲ್ಲ ಸಹೋದರರಿಗೂ, ನಮ್ಮ ವಕ್ಸಲಯ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಲಕೀಶ್ವರ್ ನಾಸಿರ್ ಅವರಿಗೂ, ಅಮೀನ್ನವರಿಗೂ, ನಮ್ಮ ಕಾರ್ಪೊರೇಟರ್ ಆದ ಅಬ್ದುಲ್ ಲತೀಫ್ ಅವರೇ, ಸಂಸುದ್ದೀನ್, ಮತ್ತೆ ಎಲ್ಲ ನಮ್ಮ ಬಂದಂಥ ಎಲ್ಲ ರಶೀದಾಜಿ SMR ರಶೀದಾಜಿ ಅವರು ಬಂದಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸ್ತಾ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಳಿಸ್ತೇವೆ. ಮತ್ತೆ ಜುಮ್ಮಾದ ನಂತರ ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಮತ್ತೆ ಎಲ್ಲ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿನ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರುಗಳು ಎಲ್ಲರನ್ನು ನಾವು ಆಹ್ವಾನಿಸಿದ್ದೇವೆ. ಎಲ್ಲರಿಗೆ ಜುಮ್ಮಾದ ನಂತರ ನಾವು ಇದರ ಬಗ್ಗೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸ್ತೇವೆ. ಎಲ್ಲರಿಗೂ ನಾವು ಸ್ವಾಗತಿಸ್ತೇವೆ, ಎಲ್ಲರನ್ನು ನಾವು ಆದರಿಸ್ತೇವೆ. ಆದರಪೂರ್ವಕವಾಗಿ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಳಿಸ್ತೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ولجميع المسلمين أجمعين.
الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وأنزل أشرف كتبه إليه لزيادة قربه ونصره وأكمل تشريفه لديه بقوله وما اللهم صل وسلم على سيدنا محمد وآله وصحبه والسابقين في الإسلام فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله إن شهركم هذا تحلى بحلى السعادة وجمال الوعد وقد محاسن طلقت بالأنوار الضحى حيث وإذا كما ولد به رسول الله صلى الله عليه وسلم خاتم النبيين أرسل صلى الله عليه وسلم وهداة بجميع العالم وعمت رسالة الإنس والجن والملائكة الكرام بل هو رسول المرسلين لآية وإذ أخذ الله ميثاق النبيين فسبحانه من استطاعوا واجتباه لنفسه وعبده على البعيرات وعجلسه على لسان كرسي وأنزل عليه لقد جاءكم من الله نور وكتاب مبين ونادى يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وقرره بقوله فاستغفر ما تؤمر وأعرض عن المشركين وأول ما بني بالرعية الصادقة ثم هم إليه تعبد بحراء فجاءهم جبريل وقال اقرأ باسم ربك فقرأ ثم أخبر خديجة بما جرى وقال كذبني ونزل يا أيها المدثر قم فأنذر كما نزل وأنذر عشيرتك الأقربين قال صلى الله عليه وسلم في حبائل رسالتي وجاهد على الكفر والشقاوة والضلالة مبتدلا أمرا يا أيها النبي جاهد الكفار والمنافقين فاتقوا الله عباد الله وتمسكوا بمعاني الشريعة وتقربوا إلى الله بكثرة الصلاة وعليه يؤتي الكفلين من رحمته وادعوا خوفا وطمعا إن
وسلم إن الله بعثني رحمة محدادة بعثت برفع قوم وخفض قوم آخرين. جعل الله وإياكم ممن استبصر في الدنيا مدته وعد لأولو الموت عدته وأخلق في طاعة الله شبابه وجدته. كلام الله الواحد المنان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشكرون. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم ورزقنا وإياكم برحمته من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المحمود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن محمدا عبده ورسوله أشرف الوجود. صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملك في سجود. فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء حقوقه ولا تموتن إلا وأنتم مسلمون ولا تضيعوا حقوق الله ولا تستغلوا بما ليس من الدين ولا تستعجلوا بفقراء المؤمنين ولا تسرقوا بعباد الله الصالحين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سقى في يده العصا ونبى من بين أصابعه الماء وهو خاتم النبيين ورسول رب العالمين. وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى عبادك الصالحين. اللهم بالخلفاء الراشدين أئمة الدين وولاة المتقين خصوصا الأولين وفي البشر بعد الأنبياء والتابعين. أمير المؤمنين أبو بكر الصديق وأنت علي في الخلافة العادل الأواب. أمير المؤمنين عمر بن الخطاب وأنت علي في الخلافة جميع القرآن. أمير المؤمنين عثمان بن عفان وأنت علي في الخلافة إمام المشارق والمغارب. أمير المؤمنين علي بن أبي طالب وعن السيدين الحسن والحسين وعن عمي نبيك
وانصرنا على القوم المبتدئين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنا بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تزغ في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير
يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب وشر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الحمد لله رب العالمين. الحمد لله الذي لما هدينا وهدانا إلى الإسلام. الحمد لله الذي جعلنا من أمة محمد الذي يعافينا في مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك أمسي رضا عليك أنت كما صلت فلك الحمد لك شكر الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل وسلم وبارك على رسولك سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عبدك نبيك رسولك النبي الأمي وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت وحين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواطم واستسقى الغمام بيده الكريم وعلى آله وصحبه في كل موت ونفس بعدد كل معلوم لك.
اللهم آت سيدنا محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمود الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تعدمنا رؤيته وأبدلنا بالمهود واشرنا تقبل المعبود. اللهم صل وما قرنا من القرآن العظيم ما صلينا وهذه هدية واصلة ورحمة نازلة وبركة شاملة منا وفينا شفينا محبوبك الأمن سيد الأنبياء المرسلين خاتم النبيين ورسول بالعالمين مصطفى محمد رسول الله صلى الله عليه وسلم ويا رب نبي الله خليل الله إبراهيم عليه السلام ويا رب نبي الله به الله إسماعيل عليه السلام ويا رب إسحاق الأنبياء المرسلين صلوات الله تعالى سلامنا في الوعد والمجمعين ويا رب صلاتنا سيدنا أبي بكر وعمر وعثمان وعلي بقية عشرة المبشرين وإلى مرات يروى أزواجه وإلى أبوي النبي صلى الله عليه وسلم سيد الحسن سيد الحمزة وسيد العباس وإلى أبراد كوي سبق النبي صلى الله عليه وسلم سيدنا الحسن وسيد الحسين وإلى حضرتكم يا سيدتنا أم المؤمنين فاطمة الزهراء روحي أمها سيدتنا أم خديجة الكبرى وعائشة الكبرى وسعد وعز النبي صلى الله عليه وسلم أمهات من ذرياته وآله وأهل بيته وإلى أمراته وسعاداتنا صحاب المدرين الهدين الهنين تبوك الموت الخير سائر صحابة القرابة تعمير من المساء يوم الدين وإلى حضرات الله أئمة الملة الأربعين خصوصا منهم وإلى حضرة إمامنا إمام الأئمة سيد محمد إدريس الشافعي رضي الله عنه شيخنا قطب الأقطاب وكلام سيد محي الدين عبد القادر عارف أبو الحسن الشعبي وإبراهيم الدسوق وسيد أحمد البدوي سلطان الهند خواجة قريب الواسقة معين الدين سيد مالك بن محمد القرشي وإلى أمراض الرواية وإلى رب شيخنا محمد الشريف المدني وإلى سيد جلال مولى قدس الله وسيد سيدان بيبي صاحب وإلى حضرات أرواح جميع الأنبياء من الإمام الصديق والشهداء الصالحين وإلى حضرات أرواح آبائنا وأمهاتنا جداتنا جداتنا إخواننا أخواتنا أخواننا خالاتنا وعمامنا عماتنا وإلى حضرات أرواح نبينا وإلى حضرات أرواح المدفونة في هذا المسجد. اللهم اغفر لنا واغفر لهم اللهم ارحمنا وارحمهم. اللهم اجعل قبرنا قبرهم روضة من رياض الجنة ولا تجعل قبرنا قبرهم روضة من نفر النيران. اللهم اجعل مونسا في قبورهم إلى يوم القيامة. اللهم انشر شرطهم وامرتنا في صحبتنا برمحنا تربى درجتهم لا نقول من أبيهم فيها. اللهم زدهم شرفا لا شرفا وفضلا لا فضل معزنا لا عز من جهنم كرامة لا كرامة. اللهم إن درجاتي بالجنة. اللهم أدخلنا الجنة معهم يا رب العالمين. اللهم ادخلنا الجنة معهم يا رب العالمين. اللهم ادخلنا الجنة معهم يا رب العالمين. اللهم اجعلهم بينهم جنات النعيم. اللهم فلا منهم من اسرار النار مرقاتهم في دين عبد الله شيء قدير. اللهم بحق بركاتهم افتح لنا واهل هذه القريه من المسلمين والمسلمات ابواب الخير يا ابواب البركه يا ابواب الرزق وابواب السلامه يا ابواب العافيه. اللهم افتح لنا فتوى العارفين بحكم وانصر اللهم اذكرنا ما نسينا وعلمنا ما جهلنا ثبتنا على عقيدة أهل السنة الجماعة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل المشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم صل سيدنا محمد صلى الله عليه وسلم وخير سيدنا محمد
لا تجعلنا منهم يا رب العالمين. اللهم لا تعيبنا ولا تخيبنا ولا تطوهنا ونصر خلائقنا في الدنيا وفي الآخرة. اللهم اجعل عامتنا دائما دولتنا قائمة أولادنا من الصالحين ينفعنا بهم في الدين والآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واتقنا إماما. اللهم اعفنا من كل بلاء الدنيا مصيباتها وشرها ومرضها وسهرها وعينها في الدار الآخرة. اللهم اغفر لنا من إثمنا وقنا شر الأعداء والظالمين والحاسدين والصاهرين والعين الفتانين. توفنا مسلمين وألحقنا بالصالحين. اللهم يسر لنا أمورنا مع راحة قلوبنا أبدأنا السلامة العافية في ديننا دنيانا. اللهم يسر سيرنا وسائل أمورنا وفرج زادنا وبينا واشف أمراضنا وأمراض مولانا أمراض نبينا أمراض نصرنا بالدعاء فاشفيها يا شافي الأمراض يا شافي الأمراض سليم بلا مسق والعافية شفاء تاما يا ذا الجلال والإكرام. اللهم وفقنا ما تحب وترضى. اللهم وفقنا للتعليم والتعليم. اللهم وفقنا لخدمة دينك الإسلام. اللهم وفقنا ونمصنا بالدعاء حج بيتك الشريف الحرم. ارزقنا وإياهم زيارة نبيك أبيك سيدنا المصطفى محمد مرات بعد مرات. اللهم طبل أعمارنا في طاعتك مرضاتك واملأ قلوبنا بنور هدايتك ونور معرفتك يا ذا الجلال والإكرام. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا من الخاسرين. اللهم اجعلنا من عبادك الصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم إنا قد رفعنا إليك أهدينا في هذا المجلس المعظم وفي يوم الجمعة وفي هذا المسجد. لا تردنا مع القوم الخائبين بمعنى فضلك الكريم بحق أسمائك الحسنى وبحق القرآن الكريم وبجاه نبيك بذكر رسولك سيدنا المصطفى محمد بركة جميع الأنبياء والأولياء والعلماء والصديقين والشهداء الصالحين. وصلى الله عليه وسلم على خير خلق النور على الشيء سيدنا محمد وآله وصحبه أجمعين. سبحان الله يصفون وسلام على المرسلين والحمد لله رب العالمين. ശരിക്ക് അവരെടുക്കൽ അല്പസമയം നിങ്ങൾക്ക് പോകണം ഒന്ന് സംസാരിച്ചിരിപ്പാന്ന് പറയാം 2 മിനിറ്റ് ഞാൻ കുറച്ച് പറയും. പിന്നെ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಉಪಸಲಹಾ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ದುಲ್ ನಾಸರ್ ಅವರಿಗೆ ಈ ಜಮಾತಿನ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಅತ್ಯಗತ್ಯವಾದ ಒಂದು ಮಾಹಿತಿಯನ್ನು ತಮಗೆ ತಿಳಿಸಲಿಕ್ಕೆ ಇದ್ದಾರೆ. ಈ ಆಸ್ತಿಯ ಬಗ್ಗೆ ಕೇಂದ್ರ ಸಮಿತಿ ಮಂಡಿಸಿದಂತಹ ಬಿಲ್ಲಿನ ಬಗ್ಗೆ ಅವರು ನಮ್ಮ ಜಮಾತಿನಲ್ಲಿ ತಮಗೆ ಅದರ ವಿವರಣೆಯನ್ನು ನೀಡುತ್ತಾರೆ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಆಲಿಸಿ ಅದನ್ನು ಯಾವ ರೀತಿ ನಾವು ನಡೆಸಬೇಕು ಅದೆಲ್ಲ ಸರಿಯಾದ ರೂಪದಲ್ಲಿ ಎಲ್ಲರಿಗೂ ಮಾಹಿತಿಯನ್ನು ನೀಡಿ ನಮ್ಮೆಲ್ಲರ ಆದರಣೀಯರು ಬಹುಮಾನ್ಯರು ಆದಂತಹ ಈಗ ತಾನೇ ಈ ಮಸೀದಿಯ ವಕ್ಫ್ ಮಾಡಿದಂತಹ ನಮ್ಮ ಆತ್ಮೀಯರು ಆದಂತಹ ಆಟೋಕೋಯಲ್ ತಂಗಲ್ರೆ, ಈ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರು ನನ್ನ ಆತ್ಮೀಯ ಮಿತ್ರರು ಆದಂತಹ ರೌಫ್ ಅವರೇ, ಅದೇ ರೀತಿ ಈ ಜಮಾತಿನ ಖತೀಬರೇ ಮತ್ತು ಇಲ್ಲಿ ನೆರೆದಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಕಾರ್ಪೊರೇಟರ್ಗಳು ಮತ್ತು ಎಲ್ಲ ಈ ಜಮಾತಿನ ಹಿರಿಯರೇ, ಇವತ್ತು ಭಾಳ ಸಂತೋಷವಾಗ್ತದೆ. ಭಾಳ ಸುಂದರ ಮಸೀದಿಯನ್ನು ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಿ ಇಲ್ಲಿಯ ಜಮಾತಿನ ಜನರಿಗೆ ಬಂದು ನಮಾಜ್ ಮಾಡಲಿಕ್ಕಾಗಿ ಒಂದು ಅವಕಾಶವನ್ನು ಇವತ್ತು ಮಾಡಿಕೊಟ್ಟದಂಥ ಇಲ್ಲಿಯ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಇಲ್ಲಿಯ ಪದಾಧಿಕಾರಿಗಳಿಗೆ ನಾನು ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಉತ್ತಮ ಕಂಠದಿಂದ ಕುರ್ಆನ್ ಪಠಿಸುವಂಥ ಒಂದು ಖತೀಬರು ಸಹ ನಿಮ್ಮಲ್ಲಿದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಇವತ್ತು ಒಂದು ಒಳ್ಳೆಯ ಸುಂದರವಾದ ಮಸೀದಿ ಕಟ್ಟಬೇಕಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕೆ ಭಾಳ ಶ್ರಮ ಉಂಟು. ಅದು ಸುಮ್ಮನೆ ಕೂತಲ್ಲಿ ಇಂಥ ಒಂದು ಮಸೀದಿ ಸುಂದರ ಮಸೀದಿ ಆಗೋದಿಲ್ಲ.
ಇದಕ್ಕೆ ನಿಮ್ಮ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಇದರ ಪದಾಧಿಕಾರಿಗಳು ಮತ್ತು ಇಲ್ಲಿ ಖತೀಬರು ಮತ್ತು ಇಲ್ಲಿ ಜಮಾತಿನ ಅನೇಕರು ಭಾಳಷ್ಟು ಶ್ರಮ ಪಟ್ಟಿರಬೇಕು. ಅದಕ್ಕೆಲ್ಲರೂ ಅಲ್ಲಾಹನ ತಕ್ಕದ ಪ್ರತಿಫಲ ಅವರಿಗೆ ಕೊಡಲಿ. ಇವತ್ತು ನಮ್ಮ ಊರಿನಲ್ಲಿ ಇಂಥ ಒಂದು ಲೀಡರ್ಶಿಪ್ ಬೇಕೆಂಬುದು ಇದೇ ಒಂದು ಉದಾಹರಣೆ ಆಗಿರ್ತದೆ. ನಿಮ್ಮ ಜಮಾತಿನಲ್ಲಿ ನಿಮಗೊಂದು ಒಳ್ಳೆಯ ಅಧ್ಯಕ್ಷರು ಸಿಕ್ಕಿದ್ದಾರೆ. ಅವರು ಕಾರ್ಪೊರೇಟರ್ ಆಗಿ ರಾಜಕೀಯವಾಗಿ ಒಳ್ಳೆಯ ಹೆಸರನ್ನು ಗಳಿಸಿದಂಥ ಒಬ್ಬ ವ್ಯಕ್ತಿ. ಇಂಥ ಇಂಥ ಯುವಕರು ನಮ್ಮ ಜಮಾತಿನಲ್ಲಿ ಒಂದು ಲೀಡರ್ಶಿಪ್ಪನ್ನು ಪಡೆದುಕೊಂಡ್ರೆ ಇದೇ ಅಂತ ಉದಾಹರಣೆ ಆಗಿರ್ತದೆ. ಒಳ್ಳೆಯ ಮಸೀದಿ ಆಗಿರ್ಬೋದು, ಜಮಾತಿನಲ್ಲಿ ಒಳ್ಳೆಯ ಬೇರೆ ಇನ್ನಿತರ ಅಭಿವೃದ್ಧಿ ಕೆಲಸ ಆಗಿರ್ಬೋದು, ಇದೆಲ್ಲ ಮಾಡಲಿಕ್ಕೆ ಪ್ರೇರಣೆ ಆಗುವಂಥದ್ದು ನಮ್ಮ ಲೀಡರ್ಶಿಪ್ ಆಗಿರ್ತದೆ. ನಮ್ಮ ಯುವಕರನ್ನು ನಮ್ಮ ರಾಜಕೀಯಕ್ಕೆ ತರುವುದು ಭಾಳ ಅಗತ್ಯ ಆಗಿದೆ. ಇವತ್ತಿನ ಸನ್ನಿವೇಶ ಹೇಗಿದೆ ಅಂತ ನಿಮಗೆ ಗೊತ್ತಿದೆ. ಇವತ್ತು ವಕ್ಫ್ ಬೋರ್ಡ್ ಅಮೆಂಡ್ಮೆಂಟ್ ಆ್ಯಕ್ಟನ್ನು ನಮ್ಮ ಕೇಂದ್ರ ಸರ್ಕಾರ ಅದನ್ನು ಅಮೆಂಡ್ಮೆಂಟ್ ಮಾಡಲಿಕ್ಕೆ ಇವತ್ತು ಹೊರಟಂಥ ಸಮಯದಲ್ಲಿ ವಿರೋಧ ಪಕ್ಷಗಳ ಪ್ರಬಲ ವಿರೋಧದಿಂದಾಗಿ ಇವತ್ತು ಅದನ್ನು JPCಗೆ ಅಂತ ಕಮಿಟಿಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಈ 10 ವರ್ಷದಿಂದ ಈಚೆಗೆ ಇದು 2ನೇ ಇಶ್ಯೂ ಆಗಿರ್ತದೆ. ಅದು JPC ಕಮಿಟಿಗೆ ಅಂತ ಕೊಟ್ಟದಂಥದ್ದು ಈ ಕೇಂದ್ರ ಸರ್ಕಾರ. ಇವತ್ತು ಆ JPC ಕಮಿಟಿಯಲ್ಲಿ ಚರ್ಚೆ ಮಾಡಿ ನಮಗೆ ನಾಗರಿಕರಿಗೆ ಇವತ್ತು ಒಂದು ಅವಕಾಶ ಕೊಟ್ಟಿದ್ದಾರೆ. ನಮ್ಮ ಸಲಹೆ ಮತ್ತು ಅಭಿಪ್ರಾಯಗಳನ್ನು 15 ದಿವಸ ಒಳಗೆ ಕೊಡಬೇಕಂತೇಳಿ ಒಂದು ನಮಗೆ ಅವಕಾಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಆ 15 ದಿವಸ ಅವಕಾಶ ಇವತ್ತು ಕೊನೆಗೊಳ್ಳಲಿಕ್ಕೆ ಹೋಗ್ತದೆ. ಇವತ್ತು 12 ಗಂಟೆ ರಾತ್ರಿಗೆ ಕೊನೆಗೊಳ್ಳಲಿಕ್ಕೆ ಹೋಗ್ತದೆ. ಭಾಳಷ್ಟು ನಮ್ಮ ಇದು ಕರ್ನಾಟಕಕ್ಕೆ ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ಜಿಲ್ಲೆಗೆ ಮಾತ್ರ ಅಲ್ಲ, ದೇಶಕ್ಕೆ ಬಂದಂಥ ಒಂದು ಗಂಡಾಂತರ. ಈ ಬಿಲ್ಲನ್ನು ನಾವು ಯಾವ ರೀತಿಯಲ್ಲಿ ನಾವು ಇದನ್ನು ರಿಜೆಕ್ಟ್ ಮಾಡಬೇಕೆಂಬ ಎಲ್ಲ ಒಂದು ಸನ್ನಿವೇಶ ನಮ್ಮ ಮುಂದುಗಡೆ ಇದೆ. ಒಂದು 5-6 ದಿವಸಗಳ ಮುಂಚೆ ನಮ್ಮ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಎಲ್ಲ ನಾಯಕರುಗಳು, ವಿವಿಧ ಕ್ಷೇತ್ರದ ನಾಯಕರುಗಳು, ಮುಖ್ಯ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರುಗಳು ಮತ್ತು ರಾಜಕೀಯ ನಾಯಕರುಗಳನ್ನು ಕರೆದು ಒಂದು ಸಮಾಲೋಚನೆ ನಡೆಸಿ ಯಾವ ರೀತಿಯಲ್ಲಿ ನಾವು ಇದನ್ನು ಕೈಗೊಳ್ಳಬೇಕೆಂಬ ಒಂದು ಸಮಾಲೋಚನೆ ನಡೆಸಿದ್ವಿ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಎಲ್ಲ ಜಿಲ್ಲೆಯ ನಾಯಕರುಗಳಿಗೆ ಇದೊಂದು ನಾವು ನಮ್ಮ ವಕ್ಫ್ ಬೋರ್ಡ್ ಇಲಾಖೆ ಅನ್ನೋದು QR ಕೋಡನ್ನು ಮಾಡಿದ್ದೇವೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇವತ್ತು ನಾವೊಂದು ಲೆಟ್ರ್ ಕಳಿಸಿ ಇಲ್ಲ ಅಥವಾ ಇಮೇಲ್ ಮಾಡಿ ಅಂತೇಳಿದ್ರೆ ಜನರಿಗೆ ಇವತ್ತು ಅದು ಹೇಗೆ ಮಾಡಬೇಕೆಂಬ ಒಂದು ಪರಿವಿರುವುದಿಲ್ಲ ಮತ್ತು ಅವರಿಗೆ ಸಮಯಾವಕಾಶ ಇರುತ್ತದೆ. ಅದಕ್ಕಾಗಿ ನಾವೊಂದು ನಮ್ಮ ವಕ್ಫ್ ಬೋರ್ಡ್ ಇಲಾಖೆ ಅನ್ನೊಂದು QR ಕೋಡನ್ನು ಮಾಡಿ ಆ QR ಕೋಡ್ ಗೂಗಲ್ನಲ್ಲಿ ಹೋಗಿ ನೀವು QR ಕೋಡ್ ಒತ್ತಿದರೆ ನಿಮಗೆ ಆ ಡ್ರಾಫ್ಟ್ ಬರ್ತದೆ. ಯಾವ ರೀತಿಯಲ್ಲಿ ನಾವು JPCಗೆ ಕಳಿಸ್ಬೇಕಂತ ಡ್ರಾಫ್ಟ್ ಬರ್ತದೆ. ನಿಮಗೆ ಖಾಲಿ ಕೆಲಸ ಇರೋದು ಅದು ಕ್ಲಿಕ್ ಮಾಡೋದು ಮಾತ್ರ. ಇಲ್ಲಿ ಅನೇಕ ಮಂದಿ ಮಾಡಿರ್ಬೋದು, ಅನೇಕ ಮಂದಿ ಮಾಡಲೇ ಇರ್ಬೋದು. ನೀವತ್ತು ರಾತ್ರಿ 12 ಗಂಟೆ ಟೈಮ್ ಇದೆ, ನಿಮಗೆ ಕಾಲಾವಕಾಶ ಇದೆ. ನೀವೆಲ್ಲರೂ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ನಿಮ್ಮ ಮಕ್ಕಳೊಂದಿಗೆ, ನಿಮ್ಮ ಸಂಬಂಧಿಕರೊಂದಿಗೆ ಮತ್ತು ನಿಮ್ಮ ಜಮಾತಿನ ಎಲ್ಲ ಕಿರಿಯರೊಂದಿಗೆ ನಾನು ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಇವತ್ತು ಅದನ್ನು ನಿಮಗೆ ಕಾಲಾವಕಾಶ ಇರೋದ್ರಿಂದ ಇವತ್ತು ಆಲ್ರೆಡಿ ನಮ್ಮ ಕರ್ನಾಟಕದಿಂದಲೇ 60 ಲಕ್ಷಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ನಾವು ಮೇಲ್ ಕಳಿಸಿ ಆಗಿದೆ. ಇಡೀ ದೇಶದಲ್ಲಿ ಭಾಳಷ್ಟು ಜನ ನಾರ್ತ್ನಲ್ಲೆಲ್ಲ ಭಾಳ ಒಳ್ಳೆಯ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನೀವು ನಿಮ್ಮ ಜಮಾತಿನಲ್ಲಿ ಸಹ ಎಲ್ಲರೂ ಅದಕ್ಕಾಗಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಕೇಳಿ ಗೊತ್ತಿದ್ದಂಥ ವಿದ್ಯಾವಂತರಂತ ಕೇಳಿ ನೀವು ಅದನ್ನು ಕಳಿಸೋದು ನಮ್ಮ ಕರ್ತವ್ಯ. ಇದು ನಮ್ಮ ಒಂದು ಅಸ್ತಿತ್ವದ ವಿಷಯ. ಜಮಾತಿನಲ್ಲಿ ನಮ್ಮ ಈ ವಕ್ಫ್ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಅಸ್ತಿತ್ವ ವಿಷಯ, ನಮ್ಮ ಆಸ್ತಿ, ನಮ್ಮ ಇದೆಲ್ಲ ಉಳಿಬೇಕಾದ್ರೆ ನಮ್ಮ ಈ ವಕ್ಫ್ ಅಮೆಂಡ್ಮೆಂಟ್ ಆ್ಯಕ್ಟ್ ಏನಿದೆ ಅದು ನಮಗೆ ಗಟ್ಟಿಯಾಗಿರಬೇಕು. ಅದನ್ನು ಏನು ಈಗ 42 ಅಮೆಂಡ್ಮೆಂಟ್ ಅನ್ನೋದನ್ನು ಚೇಂಜ್ ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಅದರಲ್ಲಿ 90% ಆ ಅಮೆಂಡ್ಮೆಂಟ್ ಆ್ಯಕ್ಟ್ ಎಲ್ಲವೂ ನಮಗೆ ಒಂದು ತೊಂದರೆ ಕೊಡುವಂಥ ಆ್ಯಕ್ಟ್ ಆಗಿದೆ. ಅದಕ್ಕಾಗಿ ತಾವೆಲ್ಲರೂ ಅದನ್ನು ನಾನು ವಿಸ್ತೀರ್ಣವಾಗಿ ಇಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಹೋಗಿಲ್ಲ, ಸಮಯ ಅವಕಾಶ ಇಲ್ಲ, ತಂಗಳವ್ರನ್ನ ಕೂರಿಸಿಲ್ಲ, ನಾನು ಯಾರು ಜಾಸ್ತಿ ಮಾತಾಡಲಿಕ್ಕೂ ಆಗೋದಿಲ್ಲ. ಇದೊಂದು ಮುಖ್ಯವಾದ ವಿಷಯ ಆಗಿರೋದ್ರಿಂದ ನಾನು 2 ಮಾತಾಡ್ತಾ ಇದ್ದೇನೆ. ಮತ್ತು ಇಲ್ಲಿ ಬಂದು ನನಗೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಂಥ ಇದರ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳು ನಾನು ವಂದಿಸುತ್ತಾ, ಇಷ್ಟೊಂದು ಸುಂದರವಾದ ಮಸೀದಿಗೆ ನನಗೆ ಇಲ್ಲಿ ಬರಲಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟದಕ್ಕೂ ನಿಮಗೆಲ್ಲರಿಗೂ ವಂದಿಸುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ. ವಾಖರ್ ದಾವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. عظموا شعائر الله من يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم وصدق بلغ رسوله النبي ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من بنى مسجدا لله تعالى بنى الله له بيت بالجنة كما قال رسول الله صلى الله عليه وسلم
بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കൊന്നിച്ച് അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കാം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഫൻ അൽഫ മറ. ഇത്രയും പ്രൗഢിയിലും ഇത്രയും ഭംഗിയിലും ഈ പള്ളിയെ നമുക്ക് പൂർത്തീകരിച്ചു. നമ്മുടെ ഹബീബായ നിബിധങ്ങളുടെ പരിശുദ്ധമായ ജന്മദിന മാസത്തിൽ ഈ ജുമാ ദിവസത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഈ നാട്ടുകാരായ എല്ലാവരും റബ്ബുൽ ഇസ്സത്തിനോട് വളരെയേറെ ശുക്റുള്ളവരാകണം, നന്ദിയുള്ളവരാകണം എന്ന് ഞാൻ ആദ്യമായി എന്നോട് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. പള്ളി നിർമ്മിക്കുക എന്നുള്ളത് അത് വളരെ മാഹാത്മ്യമുള്ളതാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചവരുടെ അടയാളമാണ്. അള്ളാഹുവിനെ വളരെയേറെ ഭയപ്പെടുന്നവരുടെ അടയാളമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശൽ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനു മുഹ്തദീൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹിനെ കൊണ്ടും അള്ളാഹ് റസൂലിനെ കൊണ്ടും ഖിയാമത്ത് നാളുകൊണ്ടും വിശ്വസിച്ചവരായ മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനെ അല്ലാണ്ട് ആരെയും ഭയപ്പെടില്ല, പേടിക്കില്ല. അള്ളാഹിനോട് ഭയപ്പെടുന്ന കക്ഷികൾ അവർക്കാണ് അതിനുള്ള അർഹത ഉണ്ടാവുക. പള്ളി അടുപ്പിക്കണമെന്നോ പള്ളി ഭംഗിയാക്കണമെന്നോ എല്ലാം പെട്ടു അതിൽ. മാത്രമല്ല മുത്തനബി തങ്ങൾ പറഞ്ഞത് എന്താണ്? വല്ലവരുത്തുന്ന അള്ളാഹുവിന് വേണ്ടി പള്ളിയെടുത്താൽ അവർക്ക് സ്വർഗീയമായ ഭവനം നൽകും എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിൽ വീട് നൽകും. എന്താണ് പറയാൻ കാരണം? നമുക്ക് വേറെ തരാൻ എന്താ അള്ളാഹ് സ്വർഗത്തിൽ എന്തേത് ഇപ്പം മറുപടി പറയണം. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിനെ ഞങ്ങൾ പറയല്ലേ, ഞങ്ങൾ അങ്ങോട്ടുള്ള ക്രിസ്ത്യാനികളൊന്നും പള്ളിനെ പറയല്ലേ. പള്ളി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പള്ളി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട്. അള്ളാഹുവിൻ്റെ വീട് പറഞ്ഞാൽ അതിന് പകരം അള്ളാഹു വിളിച്ച് കൊടുക്കുന്ന എന്താണ്? അത് വീട് തന്നെ, നല്ലൊരു വീട്. മാത്രമല്ല മഹാനായ താജുൽ മശൈഖ് ഉസ്താദ് പറയണം, ഞങ്ങൾ ഉടുപ്പി സിറുവയിൽ പള്ളി കാണത്തു അന്ന് മുമ്പൊരു ഉസ്താദ് പ്രസംഗിച്ചത് അതാ. എന്ന് പറഞ്ഞാൽ ഒരു വീട് മാത്രമല്ല, ഒരു വീടിനോടനുബന്ധിച്ച് എന്തെല്ലാം അവൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കൊടുക്കും ഇല്ലേ. ഇപ്പോൾ ഒരാൾ പുരത്തിൻ്റെ ഒരു തോട്ടം വേണം, ഒരു ഗാർഡൻ വേണം, വേറെ എന്തെങ്കിലും വേണം, സ്വിമ്മിംഗ് പൂൾ വേണം, ഇതെല്ലോ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ആഗ്രഹമാണ് നല്ല ഒഴുകുന്ന വെള്ളം. പുരയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വെള്ളം ഇങ്ങനെ ഒതുങ്ങുന്ന കാണും, ഒരു തോടിലോ പുഴയിലോ. എങ്കിൽ തജ്രീം തഅ്തിൽ അൻഹാർ,
ഖുർആനിൽ കുറേ സ്ഥലത്ത് അള്ളാഹു പറയാം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകളുണ്ട് എൻ്റെ ചരിവുകളിൽ. അത് എന്തെല്ലാം സൗകര്യം വേണോ അങ്ങനത്തെ വീട് കൊടുക്കുന്ന മഹാനാത്ത അതിൽ നിന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊടുത്ത ചെറിയ കാര്യം. അപ്പം ഞാൻ 2-3 കുറേ വ്യക്തികളെ ഞാൻ ഓർക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങളെ ഭംഗി കാണുമ്പോൾ എനിക്ക് പഴയ ആളെ മറക്കാൻ കഴിയില്ല. എന്നെ ഇവിടത്തേക്ക് കൊണ്ടുവന്ന ഒരു അമീദ് മുസ്ലിയാറാണ്. അയാൾ മരിച്ചുപോയി. വന്നിട്ട് പിന്നെ എന്നോട് ബന്ധപ്പെട്ടപ്പെടുത്തിയത് ആദ്യം വന്ന് കയറിയത് ഡോക്ടർ അമീദിൻ്റെ പിടയിലാണ്. അയാളെന്ന് പ്രസിഡൻ്റാണ്. എൻ്റെ അനുജൻ കുഞ്ഞിക്കോയത്തങ്ങളാണ് എന്നോട് പറഞ്ഞത്. അമീദിൻ്റെ കത്ത് കൊടുത്തിട്ട് അയച്ചു. ബദലിലെ പള്ളി ഇതിലെ ബെടക്കായിൻ്റെ തറയെല്ലാം ഉപ്പുവെള്ളം കൊണ്ടിട്ട് പോയിന് ആ പള്ളി കെട്ടിക്കണം. അങ്ങനെ ഡോക്ടർ അമീദുണ്ട്, കല്യാണത്തെ അമീദ് ഉപ്പാല നമ്മളെല്ലാം അറിയുന്നതാണ്, സാധു ആചാരന്മാരാണ്. അങ്ങനെയാണ് ഇതിന് തുടക്കം ഞാൻ ആദ്യം വരുന്നത്. അപ്പം അവരൊന്നും മറക്കാൻ സാധ്യമല്ല. കുറേ പഴയ മുഖങ്ങൾ ഈ പള്ളിൻ്റെ ആദ്യമല്ല ആദ്യത്തെ പള്ളി പൊളിച്ച് പുതുക്കിപ്പണിയുമ്പോൾ ഉണ്ടായ പലരെയും ഞാൻ ഓർക്കുന്നു. അവരൊക്കെ നമ്മളിൽ നിന്ന് മറഞ്ഞുപോയി. അവരെ ഖബറുകളുള്ള സ്വർഗത്തോപ്പാക്കട്ടെ, അവരുടെ ദരജകളുള്ള ഉയർത്തി കൊടുക്കട്ടെ. ഈ പള്ളിക്ക് പ്രവർത്തിച്ചതിന് പകരമായുള്ള വീടുകൾ, സ്വർഗീയ വീടുകൾ, ഹബീബായ ഉത്തരവിധങ്ങൾ പറഞ്ഞ വീടുകളുള്ള കൊടുക്കട്ടെ. അവരെ നമ്മളെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടട്ടെ എന്ന് ദുആ ചെയ്യുന്നതോട് കൂടെ ഇതിനിപ്പോൾ ഈ നിലക്ക് ഭംഗിയാക്കി നല്ല അന്തസ്സുള്ള പള്ളിയാക്കി നിങ്ങൾ പൂർത്തീകരിച്ചു. അത് വെറുതെ തന്നെത്താൻ ഉണ്ടായതല്ല. നിങ്ങളെല്ലാവരുടെയും കമ്മിറ്റിക്കാരുടെയും ജമാഅത്തിൻ്റെയും സഹകരിച്ചവരുടെയും എല്ലാ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി പുനർനിർമ്മാണം ഈ നിലക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സഹായിച്ച, സഹകരിച്ച, ഉപദേശിച്ച, സംഭാവനകൾ നൽകിയ, നേതൃത്വം നൽകിയ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അനുഗ്രഹവും ഐശ്വര്യവും നൽകട്ടെ. കച്ചവടം, കൃഷികൾ, ജോലികൾ, ഏർപ്പാടുകളെല്ലാം അല്ലാഹു ബർക്കത്തും നേമത്തും അനുഗ്രഹവും നൽകട്ടെ. എല്ലാ മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി ആഫിയത്തിന് ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. 2 വ്യക്തികൾ, ഒരാണും ഒരു പെണ്ണുങ്ങളും ഈ ജമാഅത്തിൽപ്പെട്ടത് വഫാത്തായിപ്പോയി എന്ന് കേട്ടു. കുറച്ചവനെ അവരുടെ കുടുംബങ്ങൾക്ക് നമ്മൾക്ക് അനുശോചനം അറിയിക്കാം. അല്ലാഹു അജ്റക്കും വഹസനാസാക്കും വഗഫറൽ മയ്യിത്ത്. ആ മയ്യിത്തുകളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർ നമ്മളെ മുത്തുനബിയോട് കൂടെ അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അപ്പോൾ പള്ളി ഭംഗി വേണം. അള്ളാഹുവിൻ്റെ വീടാകുമ്പോൾ വളരെ ഭംഗി വേണം. നിങ്ങൾ പലരും ഇവിടെ ഉംറയ്ക്ക് പോയവരുണ്ടാകാം, ഹജ്ജിന് പോയവരുണ്ടാകാം. പോകാത്തവർക്കെല്ലാം അള്ളാഹു എത്തിക്കട്ടെ. മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും കണ്ടാൽ ലോകത്ത് അങ്ങനത്തെ ഒരു എടുപ്പില്ല. വിശുദ്ധ മദീനത്തെ നബി തങ്ങളുടെ മസ്ജിദുൽ നബവിയും അതുപോലെ മസ്ജിദുൽ ഹറാമും അതുപോലെ വേണമെങ്കിൽ നമുക്ക് എത്തിച്ചാൽ ബൈത്തുൽ മുഖദ്ദിസ് പോയാൽ മസ്ജിദുൽ അഖ്സയും അത് ലോകത്ത് എവിടെയും കാണാതെ നിൽക്കുന്ന എടുപ്പുകളാണ്. മനസ്സിലാക്കുക. അപ്പം അള്ളാഹുവിൻ്റെ പള്ളിയെ മോടിയാക്കുക, ഭംഗിയാക്കുക എന്നുള്ളതൊക്കെ ഇവിടെ ഒന്നുമില്ല. ഈ പള്ളിയെല്ലാം എടുക്കുമ്പോൾ ഒരു സാധു ഒരാൾ പറഞ്ഞ് എന്നിൻ്റെ പിണക്കെന്ത് തന്നറാനില്ല, ഒരു ബൾബ് ഞാൻ തന്നറാം. അങ്ങനെ ഒരു സാധു പറഞ്ഞ് ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫാനിന് എത്ര വില ഉസ്താദ്, അല്ലെങ്കിൽ എത്ര പ്രസിഡൻ്റ് ഫാന്, ഒരു ഫാന് ഞാൻ തരാം. ഒരു ഫാനിൻ്റെ പൈസ അവൻ്റെ ഇല്ല, കുരിക്ക് പണിമോന്നാണ് ഞങ്ങൾ നേരത്തെ കുരിൻ്റെ പൈസ പള്ളിക്കല്ലേ. അങ്ങനെയുള്ള സാധുക്കൾ ആരും സഹായിച്ചിരുന്നെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വീട് നിങ്ങൾക്കും അള്ളാഹു നൽകും, സ്വർഗത്തിൽ അള്ളാഹു നൽകട്ടെ. ആർക്കും സംശയം വേണ്ട. ഞാനിപ്പോൾ ഓർക്കുകയാണ്, 1-2 പ്രാവശ്യം നമ്മളെ ഹമീദ് പൈസ തന്നു. മാത്രമല്ല അയാൾ മരുമകൻ, അവൻ്റെ പേരടക്കം മറന്നുപോയി, റിയാസ് ഖാലിദ്, ഓനും 1-2 പ്രാവശ്യം തന്നു. ഒരു പ്രാവശ്യം 1 ലക്ഷം എൻ്റെ മുമ്പിൽ തന്നെ പറഞ്ഞു
തേങ്ങ അരിക്കുമ്പോൾ ഞാൻ പിന്നിരിക്കുമ്പോൾ പിന്നൊരു പ്രാവശ്യം പറഞ്ഞു ഇവർക്കുള്ള റാമത്ത് നൽകട്ടെ പറഞ്ഞില്ല. അപ്പോൾ ആ നിരക്കെല്ലാം സഹായിച്ചവരാണ്. അപ്പോൾ 10 ലക്ഷം തരാൻ കഴിവുള്ള ഒരാൾ നിങ്ങളതിൻ്റെ ബജൽ എന്ത് പേര് നന്തർ ബജൽ ബജൽ ഈ അറിയില്ല അയാൾക്ക് എത്ര തരാൻ കഴിയും? ഇത്ര ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. എന്തുമാ ഞാൻ പറഞ്ഞ? ഈ നാട്ടിലൊരാൾ 10 ലക്ഷം റുപ്യ തരാൻ കഴിവുള്ളവൻ, അയാൾ 10 തന്നു. എത്ര? 10. അയാളെപ്പോൾ ഒരു പണിയെടുക്കുന്ന ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ഡ്രൈവർ, അവന് വേറെ കൈകൊണ്ടല്ല, ഒരു ജാക്ക് സിമെൻറ്റ് തന്നു. എത്ര? ഒരു ജാക്ക് സിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാൻ. ഈ രണ്ടാളെയും അവരെ കഴിവും അവരുടെ സാമ്പത്തിക ശേഷിയും കാണുന്നവനും അറിയുന്നവനുമാണ് അല്ലാഹു. മനസ്സിലാക്കണം. എന്താണ്? രണ്ടാളെ കഴിവും കാണുന്നവനും അറിയുന്നവനും അല്ലാഹുവാണ്. 10 ലക്ഷം കൊടുത്തവനും പള്ളി നിർമ്മിച്ചതിൻ്റെ പള്ളിൻ്റെ കൂലി അല്ലാഹു കൊടുക്കും. ഒരു ഫാൻ ഈ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക്, ഖുർആൻ ഓതുന്നവർക്ക് കുറച്ച് തണുപ്പ് കിട്ടാൻ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധുവായ ചെറുപ്പക്കാരനും അല്ലാഹു നൽകും. പള്ളിക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് അങ്ങനെ എടുത്ത പള്ളിയാണിത്. അപ്പോൾ ആ പള്ളി ഭംഗിയാകണം. അല്ലാഹുവിൻ്റെ പള്ളി നമ്മുടെ നാട്ടിലുള്ള വീടുകളെക്കാളും ഭംഗിയാകണം, വീടുകളെക്കാളും ഉയർച്ച ഉണ്ടാകണം, വലിയ 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 നീളമുള്ള മിനാരങ്ങളും കുബ്ബകളും ഉണ്ടാകണം. അതാണ് ഏറ്റവും, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അൽഹംദുലില്ലാഹ് വളരെ പൂർത്തിയായി. ഇനി ഞാൻ കുറേ പറഞ്ഞില്ല. ഞാൻ നമ്മൾ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് സന്തോഷമായി. നമ്മുടെ സ്പീക്കർ ഈ സ്പീക്കറല്ല, ഗവൺമെൻറ് സ്പീക്കർ. അത് നമുക്കുള്ളതിൻ്റെ വലിയൊരു ഇജ്ജത്താണ്. നമ്മൾ തന്നെ ഉള്ളത്. അപ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ സീതാറാമയ്യോടും പറയിക്കാട്ടെ, എൻ്റെ ഓപ്പോസിറ്റ് ലീഡറോടും പറയും അറിയിക്കും BJP. വേറെ അറിയിക്കലേക്ക് 10 മണി ഇരിക്കുമെന്നുള്ള ഇന്നേ വന്നു. ഇരുന്നില്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് വിധാനസഭയിലുണ്ട്. വേറെ പോലീസ് പോകാൻ പാടില്ലാണ്. ഗാർഡിന് അധികാരം അടിക്കാണ് സ്പീക്കർക്ക്. പുറത്തെടുക്കുന്ന എന്താണ് കൊണ്ട് പുറത്താക്കും. ഒരാഴ്ചക്ക് നിയമിച്ചിങ്ങനെ പറഞ്ഞ വിധാനസഭയ്ക്ക് അങ്ങനത്തെ ആളെ കാതറും. അപ്പം അത് നമുക്ക് മുസ്ലിങ്ങളുടെ ഇജ്ജത്താണ്, അയാൾക്കല്ല. അയാൾ പ്രതി. എൻ്റെ ഇജ്ജത്ത് ഞമ്മക്കാണ്, എൻ്റെ ക്രെഡിറ്റ് ഞമ്മക്കാണ്. അപ്പോൾ അവരും അതുപോലെ ബാങ്ക് പറഞ്ഞിട്ട് സുഖമില്ല, എന്നാലും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ബേബി ചാൻസ് കൊടുത്തത്. ഞമ്മക്ക് തന്നെ വരുന്നകാർക്ക് ബേ കൊടുക്കണം ചോറ്, പരക്കാരന് പയ്യെ വയ്ക്കാം. ഞാനല്ലേ എൻ്റെ മര്യാദ. അങ്ങനെയാണ് ഞാൻ കുറച്ച് ലാസ്റ്റ് വെച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കാനുള്ളത്, നമ്മൾ നല്ല നിലക്ക് ഈ പള്ളിയുടെ എല്ലാം ഭംഗിയും കണ്ടാൽ എന്തോ ഒരു ആനന്ദം. എന്താ നിനക്ക് മദീനത്തെ ഓർമ്മ വന്നുപോയി. അവിടുത്തെ മദീനത്ത് ഓർത്തത് ഈ കളറുള്ളതാണ് അവിടുത്തെ കാർപ്പറ്റ്. അൽഹംദുലില്ലാ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് റാഹത്ത്. അപ്പം അതൊക്കെ ഇനി എന്താണ്? ഇനി നിങ്ങളോട് ഒരു ചോദ്യം വേണ്ട, അതിന് ആൻസർ തരണം മറുപടി. ഇത്തരം ചേനൊക്കെ ഈ പള്ളി എന്തിനാണ്? അല്ലേ അല്ലേ? ആ, അപ്പം ഇനി നമ്മളെ പണി ഇതിൻ്റെ ചന്തം നോക്കുന്നതല്ല. ഇനി ഇബാദത്ത്. ചന്തം എന്ന് പറയുന്നത് എന്താ? ഇപ്പം നമ്മൾ ഇതന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൽബ് നിസ്കരിക്കുമ്പോൾ ഇതിൻ്റെ ചിത്രം തന്നെ നോക്കാൻ കഴിയില്ല. കൈതും കണ്ണിക്കൊള്ളണം, അള്ളാനെ നോക്കണം. ലൈറ്റ് നോക്കിയിട്ട് അത് നോക്കിയിട്ട് ശരി നോക്കാൻ പാടില്ല. കണ്ണിൻ്റെ അടുത്ത് മരയിൽ കയറുന്നതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത്, ഇപ്പം വീഡിയോ തന്നത് പണ്ടത്തെ വീഡിയോ ബസ്സിലുള്ള ആൾക്കറിയാറ് വേറൊന്നുണ്ട്. അതിലിങ്ങനെ കൊണ്ടുപോയി ഇതെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും മൃഗ വാങ്ങി കൊടുത്തു. മോങ്ങിഞ്ഞിട്ട് തന്നെ പോയി. ഓൻ വന്നിന് കീന് കാഫറില്ല മുസ്ലിം.
ഓൻ വന്നിട്ട് ഇത് ചന്തം നോക്കാൻ മ്യൂസിയമിൽ വെക്കാൻ ഞങ്ങൾ ബജലിൽ പള്ളി എങ്ങനെ ഉണ്ട് മ്യൂസിയമിൽ വെക്കാൻ അത് വന്നു പോകുമ്പോൾ അള്ളാഹു കാക്കട്ടെ. പള്ളി വേണം, വൃത്തി വേണം, നല്ല ചന്തം വേണം, എല്ലാം വേണം. പക്ഷേ കൽബ് അള്ളാഹുവിലേക്ക് ലയിക്കണം. നമ്മുടെ കൽബ് റബ്ബിലേക്കായിരിക്കണം. ലൈറ്റ് വേണം, ഖുർആൻ നമ്മൾ വേണ്ടേ, ഫാന് വേണം, ചൂടാകുമ്പോൾ നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞില്ല. ഇതൊക്കെ അങ്ങനെ ഓർക്കാനാണ് നമുക്ക് പള്ളി. അത് എന്തെല്ലാം നിനക്ക് കഴിയും? നിസ്കാരം കൊണ്ടോ ഖുർആനത്ത് കൊണ്ടോ അല്ല, ദിക്റ് കൊണ്ടോ സലാത്ത് കൊണ്ടോ ഒന്നുമല്ല. ഇവിടുത്തെ ഇപ്പിടി വർക്ക് വന്നു അപ്പോൾ വന്നിട്ട് ഇവിടെ കുത്ത അങ്ങനെ വന്നിരുന്ന എന്നിട്ട് ഇന്നിങ്ങനെ കുറച്ച് ചാരം പത്ത് കൊണ്ടൊക്കെ ചാരി ആദ്യം കുറച്ച് വാങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണിച്ചിട്ട് പോയി. എങ്കിലും ഒരു പള്ളിയിൽ നിന്ന് എത്തിക്കാഫിൻ്റെ കൂലി കിട്ടി ഇല്ല ഇല്ല. അപ്പം അങ്ങനെ വിവാദത്തെ കൊണ്ട് നമ്മളെ പള്ളിനെ അലങ്കരിക്കണം. ഇനി എല്ലാവരും അതുപോലെ ജമാഅത്ത് കമ്മിറ്റിക്കാരോടൊക്കെയുള്ള ഉപദേശം ഇവിടെ അത് കാണുന്നില്ല. പ്രസിഡന്റ് ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇവിടെ കാണുന്നില്ല. ഏതാണുള്ളത് ഒത്തൊരുമയോടെ ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ ഒരു നിലക്കുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ മുസ്ലിമുകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. യദുല്ലാഹി അലൽ ജമാഅ. അള്ളാഹു അതിന് തൗഫീഖ് നൽകണം. നല്ല നില. എനിക്ക് ചില സ്ഥലത്തിൽ ജനറൽ ബോഡി വരുമ്പോൾ ആ കമ്മിറ്റി ഈ കമ്മിറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല. കർണാടകയിൽ 2 കക്ഷിയുണ്ട്. ഈ ഖാദറിൻ്റെ നേതൃത്വത്തിൽ അയാളെ സ്പീക്കറിൻ്റെ കസാലിൽ നിന്ന് 2 കാണും. റൈറ്റ് സൈഡിൽ വലഭാഗത്ത് ഭരണകക്ഷി, ഇടത് ഭാഗത്ത് ഓപ്പോസിറ്റ് കക്ഷി. അതുപോലെ ഈ പള്ളിയിൽ കൊണ്ടുവരുന്നത് പള്ളി രാജധാനി ഇതല്ല. ഇത് വൈത്തുള്ള അള്ളാൻ്റെ ഭവൻ. നമ്മുടെ അസംബ്ലിയും വിധാനസഭയല്ലേ. പള്ളിയിലും കമ്മിറ്റിക്കാരൊന്ന് ഓപ്പോസിറ്റുകാരൊന്ന് ഓരോ ജന്മം ഓർക്കാൻ വേണം. ജമാഅത്ത് ഇപ്പം ഉച്ചക്ക് 2 മണിയായി പേജുമാൻ്റെ. അപ്പോൾ ഓപ്പോസിറ്റ് എതിരിൽ കുറച്ച് ഇല്ല പാതിരാത്രി ഇട്ട് ടോർച്ചുണ്ടാകുന്നത് എന്തുകൊണ്ട്? പ്രസിഡന്റ് പറഞ്ഞ് എതിരാണോ? അപ്പോൾ അയാൾ വെളിയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. എല്ലാവരും ഒന്നിച്ച് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ പള്ളിയാണ്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരം, ഇബാദത്ത്, മദ്രസ് എല്ലാം പള്ളി കേന്ദ്രീകരിച്ചാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആഫീസും കുപിശുര്യാഭാഗ പല പാർട്ടിൻ്റെ ആഫീസും എന്ത് രാഷ്ട്രീയക്കാരെ പോലെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴങ്ങനെയാണ്. തനി പോളിറ്റിക്സ് കാരണം അതിൽ പോട്ട് അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത് നിബിതങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് മദീനത്തെ പള്ളി. ആ പള്ളിയിലാണ് എല്ലാം. ഒരു ഭാഗത്ത് പഠിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അഹ്മദ് ആലിമീങ്ങൾ ഒരു ഭാഗത്ത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മറുഭാഗത്ത് കുറേ ആൾ യുദ്ധത്തിന് വേണ്ടി പോകാൻ നിബിധങ്ങൾ അയക്കുന്നു, മിലിറ്ററിക്കാരെ. പിന്നെ ഈ ഭാഗത്ത് മാലിക്കത്തിനാൽ ഭാഗത്താണ് കുറേ ആൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലെ നിബിധങ്ങൾ അയക്കുന്നു ദീന് പ്രചരിപ്പിക്കാൻ. കട്ടവന്റെ തെളിഞ്ഞ കയ്യും കൊത്തുന്നു മസ്ജിദ് നബിയുടെ മുമ്പിൽ. ശിക്ഷ നടപ്പാക്കുന്നു അവിടെ തന്നെ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതിയും താലൂക്ക് കോടതിയും മസ്ജിദ് നബി എന്ന് മദീനത്തെ പള്ളിയാണ്. അസംബ്ലി വിധാനസഭയും പാർലമെൻറ്റും മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ പാർലമെൻറ്റും മദീനത്തെ പള്ളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ സാധാരണ അത് നമ്മളെ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള പള്ളി. ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഈ ജമാഅത്തിൻ്റെ ഒറ്റൊരു കേസും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പാടില്ല. ഈ ജമാഅത്തിൻ്റെ കേസ് ഒരു വക്കീലിന് പൈസ കൊടുക്കുന്ന ഗതികേട് വരാൻ പാടില്ല. ഈ ജമാഅത്തിൽ നിന്നൊരു കേസും കോടതിയിലേക്ക് എത്താൻ പാടില്ല. അത് ഈ ജമാഅത്തിൽ വെച്ച് തീർക്കാം. എന്ത് കച്ചവടത്തിൻ്റെതോ തലാഖിൻ്റെതോ സ്വത്തിൻ്റെതോ
ജമാഅത്ത് വിളിക്കാൻ, ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി അവരെ വിളിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താ വിഷയം അല്ലേ? നമുക്ക് ബന്ധം ഇങ്ങനത്തെ കുറേ ആളുണ്ട് അറസ്റ്റ് ചെയ്താൽ അല്ലേ? ലാസ്റ്റ് സുപ്രീം കോടതി ഞാൻ തന്നെ കുമ്പയിലേക്ക് ആ നോക്കാം, ഞാൻ തീർക്കുന്നതല്ലേ പിന്നെ കഴിഞ്ഞ ആ പൈസ ആക്കുന്നത് അറ്റാച്ചറിന് കൊടുക്കുന്നത്, എസ് ഐ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഞമ്മക്ക് വെച്ചതല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ കാലത്ത് തങ്ങളുടെ നേതൃത്വത്തിലെല്ലാം മദീനത്തെ പള്ളിയാണെങ്കിൽ നമ്മളെ കാലത്ത് നമ്മളുടെ പള്ളി തന്നെയാണ് നമുക്ക് നേതൃത്വം നൽകാൻ തീരുമാനം ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല, ചെറിയൊരു തല്ലായി, ചെറിയൊരു കേസായി, എല്ലാം ഭൂമിൻ്റെ സ്ഥലത്തായി. അപ്പോൾ നോക്കുമ്പോൾ ജമാഅത്ത് കമ്മിറ്റീൻ്റെ സംബന്ധത്താണ്, പിന്നെ സംബന്ധമില്ല. അപ്പം ഈ കമ്മിറ്റിയുടെ ചൂടിക്ക് മറ്റൊക്കെ കൂടി കഴുത്തര ചൂടാക്കി ഇപ്പോഴത്തെ അങ്ങനെ കാക്കട്ടെ. ഫിത്തിനാണ് നമ്മളെല്ലാം, നമുക്കൊക്കെ പോയി മരിച്ചിട്ടില്ലേ പോകാനുണ്ട്. കുറേ സുഹൃത്തുക്കൾ ആഫിയത്താക്കട്ടെ. ഇന്ന് ഈ വന്ന് നമ്മൾ പോകുമോ എന്നറിയുന്നില്ല. ഞാൻ എൻ്റെ അധികം മരിച്ചത് പുറത്തെത്താകട്ടെ. കഴിഞ്ഞതിനൊക്കെ ഫോണാക്കി നാട് ഉള്ളാടത്ത് പരിപാടിൻ്റെ അടുത്തൊക്കെ വരുമോ? ഞാൻ 4 മണിക്ക് എത്താം. രാവിലെ ഞാൻ പോകുമ്പോൾ ഫോൺ വരുന്ന 9 മണിയാകുമ്പോൾ മരിച്ചു. ഇതല്ലേ നമുക്ക് ഇവിടെ ഫിത്നയാക്കാനും ഫസാദാക്കാനോ കുഴപ്പം? ഇവിടെ എന്തുണ്ട് നമ്മ ആഖിറത്തു ഖൈറും വഅബ്ഖ. നബി ആഖിറമാണ് ഖൈർ, അതാണ് ശാശ്വതവും വിശുദ്ധ നമുക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് മുസ്ലിം സമുദായം, ഞാൻ ലോകത്തോട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോ കർണാടക മുസ്ലിമീങ്ങളോട് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ മുന്നിൽ നിങ്ങളോടൊന്നും നമ്മളെങ്കിലും നമ്മളെ ജമാഅത്തിലുള്ള മുസ്ലിമീങ്ങളെങ്കിലും ഒത്തൊരുമയിലും സൗഹാർദ്ദത്തിലും ഇസ്സത്തിലും ഉണ്ടാകണം. ആ ഇസ്സത്തുള്ളാഹു നൽകട്ടെ, മുസ്ലിമീങ്ങൾ ഇസ്സത്തുള്ളാഹു നിലനിർത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കാനൊന്നും ആയില്ല. എൻ്റെ പ്രായൻ്റെ ഇവിടെ മുതലല്ല, ഇവിടെ വരെ ഉണങ്ങുന്ന ഷുഗർ കൊണ്ട്. അപ്പം ഇപ്പം വെള്ളം പാലിക്കണം, ചെറിയ ഷുഗർ. പക്ഷെ ഇവർ പറഞ്ഞു ഒത്തത് അതുപോലെ കാല് നീര് കൊണ്ട് കാല് കാത്തിരിക്കാൻ പറ്റില്ല. എന്നാൽ വന്ന് വിളിച്ചതോടെ ഞാൻ സന്തോഷത്തിൽ വന്നതാണ്. പിന്നെ കാണുമ്പോൾ നല്ല സന്തോഷമായി. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. നമ്മളെപ്പറ്റി പറയുകയാണ്, എത്രയോ ഉണ്ട്, നമുക്ക് തിരികെ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നബിദിന പരിപാടിയിൽ ഉണ്ടാവുമല്ലോ. അതിൽ വെച്ചിട്ട് പറയും, മുത്തുനബിയാകുന്ന ചക്ക് പോസ്റ്റ് അത് കടക്കാണ്ട് ആർക്കും രക്ഷപ്പെടാൻ സാധ്യത. അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയും. ഞാൻ പിന്നെ തൽപ്പടിക്കുമ്പോൾ ഒരു പടി പോലത്തെ ഒന്നിങ്ങനെ വീരും. പിന്നെ അത് പൊന്തണങ്ങാണ്ട് സമ്പദം കിട്ടണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് പൈസ ഉണ്ട്, അപ്പം എല്ലാം പൊന്നിക്കും. എല്ലാം കർണാടകത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പം നാളെ ആഹ്ലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മൈസറയിലാണെങ്കിലും മീസാനത്തിലാണെങ്കിലും സിറാത്ത് പാലം കടക്കാനാണെങ്കിലും അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഒത്തുകൃത്യങ്ങളുടെ സഹായത്തോടു കൂടി അല്ലാതെ സാധ്യമേ അല്ല എന്നപ്പുറം ഞങ്ങൾക്ക് പറയുന്നത്. ബാക്കി ഞങ്ങൾ സൗകര്യം വരും. നമുക്ക് നിസ്കാരത്തിന് നമുക്ക് ആരും കൊടുക്കാൻ പാടുണ്ട. നിസ്കാരം മറ്റെല്ലാവർക്കും അല്ലാഹുവിന് വേണ്ടി ജുമാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു അക്ബർ. ഈ തക്ബീറത്തെല്ലാം തുടങ്ങിയാൽ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെ ഒരാളുമായി ബന്ധപ്പെടാൻ പാടില്ല. എല്ലാം അല്ലാഹുവിന്, ഉജ്ജത്ത് അല്ലാഹുവിന്, ഫാത്തിഹ അല്ലാഹുവിന്, തസ്ബീഹ് അല്ലാഹുവിന്, ഹംദ് അല്ലാഹുവിന്, തക്ബീർ അല്ലാഹുവിന്, അത്തഹിയ്യാത്ത് അല്ലാഹുവിന്, എല്ലാം അല്ലാഹുവിനാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു വാക്കുണ്ട്, എന്താ
അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി ഹബീബായ നബിയെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക തങ്ങളെ മേലുള്ള ആവശ്യമുണ്ടാകണം. യാ നബിയെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അനുഗ്രഹമുണ്ടാകണം. യാ നബിയെ എന്ന് വിളിക്കുമ്പോൾ റസൂൽ നല്ല ഓർമ്മ തരുന്നതല്ല. കുമ്പഴ തങ്ങളെ എന്ന് വിളിക്കാം, എന്നിട്ട് നോക്കുന്ന ഉസ്താദല്ല. അങ്ങനെയല്ല, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പറയുന്നത് ആനന്ദപ്പെടാൻ പാടില്ല. പക്ഷേ മുത്തുനബി നമ്മുടെ മേൽ സലാത്ത് ചൊല്ലിപ്പോ അതെല്ലാവർക്കും പറ്റും. പക്ഷെ ഇതിനെ അഭിമുഖം അയ്യുഹൻ നബിയും, ഇത് മറ്റൊരാൾക്ക് അള്ളാഹു വെച്ചിടോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്ഥാനം അള്ളാഹു വെച്ചിടണം. അപ്പൊ അതുകൊണ്ട് ഒരുപാടുണ്ട് പറയാൻ. ആർക്കുമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളുടെ ഞങ്ങൾക്ക് അള്ളാഹു നൽകി. ഒന്ന് ഞാൻ പറഞ്ഞ ഷഫാഅത്ത്, മറ്റൊന്ന് ഞങ്ങൾക്ക് നൽകിയത് ഖാത്തിമുൻ നബി എന്ന പദവി. മനസ്സിലാക്കണം. ആദം നബി മുതൽ ഈസാ നബി വരെ 1,24,25,000 വരുന്ന നബിമാരെ ഇവിടെ ലോകത്തിലുള്ള 1,00,000 നബിമാരുണ്ടാവും ലോകത്തേക്ക് അയച്ചു. അതിൽ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് നേതാവാണ് സയ്യിദുൽ മുർസലീൻ എന്ന് റസൂലുള്ളാഹി അയച്ചു. മാത്രമല്ല അതിന് ശേഷം ഈസയുടെ ഇടയിലായിട്ട് ഒരേ കാലഘട്ടത്തിൽ 1,ലധികം നബിമാരെയും അയച്ചു. ഒരേ കാലഘട്ടത്തിൽ നിന്ന് 2 നബിയുണ്ട്, 3 നബിയുണ്ട്. ഓരോ ഭാഗത്തേക്ക് നബികളെ അയച്ചു. വന്ന് നമ്മുടെ നബി ഖാത്തിമുൻ നബിയ്യീൻ മുഹമ്മദ് നബി തങ്ങളുടെ ശേഷം ഒരു നബി ഖിയാമത്ത് നാൾ വരെയും വരാൻ പാടില്ല. 1500ഓളം കൊല്ലമായ നബിതങ്ങൾക്ക് ഇന്ന് ഖിയാമത്ത് നാൾ വരെയും നബിതങ്ങൾ തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെയും നബി. അവസാന കാലത്ത് ഈസ നബി വരും. ഈസ നബി വഫാത്തായിരിക്കില്ല. അള്ളാഹു അത്ഭുതം കൊണ്ട് അള്ളാഹു ശ്രദ്ധിച്ച റൂഹ് അള്ളാഹുവിൻ്റെ റൂഹാണ്. മറിയം ബീവിക്ക് അള്ളാഹു നൽകി. അതിൽ അള്ളാഹു നൽകിയ കുട്ടിയാണ് മഹാന്മാർ ഈസ നബി. ആ ഈസ നബി അള്ളാഹു ആകാശം നോക്കി അള്ളാഹുവിൻ്റെ കുദ്റത്ത് കൊണ്ട് അള്ളാഹു ഇന്നുമുണ്ട്. ഖിയാമത്ത് നാളാകുമ്പോൾ വരും. മഹദി ഇമാം ഇറങ്ങിയ ഉടനെ വരും. ആ വന്നാൽ ശരിയെ പള്ളിയിൽ വെച്ചു സുബിനേരമാകുമ്പോൾ ഇറങ്ങുമെന്നും മഹദി ഇമാം കാത്തു നിൽക്കുമെന്നും ഈസ നബി ഇറങ്ങിയ നിസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ മഹദി ഇമാം ഈസ നബിയോട് പറയുമെന്നും ഈസ നബി പറയില്ല, ഞാൻ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് മഹദി ഇമാമിൻ്റെ മൗമുമായി നിസ്കരിച്ച് റസൂലുള്ളാഹിന്റെ അനുയായിയായിട്ടാണ് ഈസ നബി പിന്നെ ഖിയാമത്ത് നാളാകുന്നത്. മനസ്സിലാക്കും. അപ്പോൾ ആരാണ് നമ്മുടെ നബി? അതുകൊണ്ട് തന്നെ 2-3 പറഞ്ഞത് പിന്നെ വിശദീകരിച്ചു. അതിനു മുമ്പിലായ വലിയ ഒന്നാണ്, ഇതിനെക്കാട്ടും വലിയ സ്ഥാനമില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹുദൂഹു മിൻ ആയാതിനാ. അള്ളാഹിൻ്റെ അടുത്തേക്ക് ജിബ്രീലിനെ ബുറാക്കാകുന്ന വൈക്കൽ കൊടുത്തയച്ചു. ബുറാക്കാകുന്ന അത് ലോകത്ത് ഇതുവരെ ആരും കണ്ടുപിടിച്ചത്. ഈ കമ്പനി മെർസിഡസ് ബെൻസ്, പിന്നെ അതിന് അപ്പുറത്ത് ഞാൻ വന്ന് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. ഇതങ്ങനത്തെ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാതെ അങ്ങനത്തെ ഒരു വാഹനം
അള്ളാഹു കൊടുത്തയച്ചു മുത്തുനബി തങ്ങളെ വിളിക്കാൻ വേണ്ടി. നബിയെ തങ്ങളല്ല വിളിക്കുന്നത്, അള്ളാഹിൻ്റെ അടുത്തേക്ക് തങ്ങൾ വരണം, തങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറന്നു പോയില്ലേ, സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാഹു ലഹു. ബാക്കി ഉസ്താദ് പറഞ്ഞു നിങ്ങളെ നെയ്തിനെ പറ്റിക്കൊണ്ട് ഞാൻ തോന്നുന്നു പറയുന്നില്ല. അത്ഭുതകരമായ യാത്രയാണ് എൻ്റെ പുതിയ മനസ്സിലാക്കപ്പെടുന്നത്. വേറെ ആർക്കും ആ സ്ഥാനം നൽകി. ഒരു മറയിൽ കൂടെ അള്ളാഹുവിനെ കാണുന്നു. കൊണ്ടുപോയത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്ന് വെച്ചു. എല്ലാ അമ്പിയാക്കന്മാരെയും കണ്ടു. മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, മൂസ നബിയെ ഞാൻ കണ്ടു, ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നതായി കണ്ടു ബൈത്തുൽ മുഖദ്ദസ്. പിന്നെയും ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നിരവധി നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു. അത് അർവാഹിയായ ബന്ധമാണ്, നിങ്ങൾക്കറിയാതെ. അവർ ചോദ്യം വരും, അവർ വഫാത്തിലേന്ന്. അത് പിന്നെ എന്നിട്ട് ഞാൻ ചുരുക്കുകയാണ്. നേരം അങ്ങനെ പോയിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ എത്താനായി റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിലേക്ക് എത്താനാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ അപ്പുറം പറഞ്ഞത് ചുരുക്കി പറയാൻ എൻ്റെ പണ്ടായി ധനിത്തക്കത്തും يا حبيبي لا تخرج أبصرت نادي ربك القيوم صلوا عليه وسلموا تسليما. അടുത്തുമ്പോൾ ജിബ്രീൽ പറയുന്നത്, നബിയെ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് പ്രവേശനമില്ല. എൻ്റെ നിങ്ങൾ ഉസ്താദിൻ്റെ ഉസ്താദ് വരെയാണ് ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന അർത്ഥം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ജിബ്രീലിന്റെ ചിറക്, ഒരു ചിറക് ഇങ്ങനെ ഉയർത്തിയാൽ 7 ആകാശത്തിൻ്റെ മുകളിലെത്തുന്ന ഏത് ഭൂമിൻ്റെ അടിയിലും എത്തും. അത്ര വലിയ ചിറകാണ് അള്ളാഹു ആ സമയത്ത് കൊടുക്കും. അങ്ങനത്തെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ടുപോയി 7 ആഘോഷം ബൈത്തുൽ മാമൂറിലെത്താനാകുമ്പോൾ ചുരുങ്ങി ഉസ്താദ് പറഞ്ഞ അർത്ഥം ഒരു അടക്കാക്കിളിന്ന്, അല്ലേ? അടക്കാക്കിളി എന്ന് പറഞ്ഞ വിത്തൊക്കെ ഉണ്ടാക്കാം. കാരണം അള്ളാഹുവിൻ്റെ അടുത്തെത്താൻ പോവാ. ജിബ്രീൽ ചുരുങ്ങിപ്പോയി. അടുത്ത പറഞ്ഞ നബിയെ എനിക്ക് അങ്ങോട്ട് വരാൻ സാധ്യമല്ല, എൻ്റെ ചെക്ക് പോസ്റ്റോടെ എത്തി തങ്ങളും അള്ളാഹിൻ്റെ അടുത്ത് പോയിക്കൊള്ളു. നബി തങ്ങൾ ബേജാറായില്ലേ? ആരുമില്ല, ഭൂമിയല്ല, ആകാശമല്ല, എവിടെയോ എത്തി അള്ളാഹിൻ്റെ മുന്നിൽ. അള്ളാഹ് നിങ്ങൾ പോയിട്ട് കണ്ടോണ്ട് ഇടയ്ക്ക് വരാൻ കഴിയല്ല, അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോഴാണൊരു ശബ്ദം, ഭയപ്പാട് വേണ്ട, റബ്ബിൻ്റെ മുത്തേരി തങ്ങളുമായിട്ട് എത്ര നേരിട്ട് കാണണം അല്ലാഹുവിനെ, ആ സമയം മുഴുവനും കാണും. അവിടെ ഒരു ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ല, ഞാൻ എൻ്റെ കേൾക്കുന്നത് മാത്രം, നിങ്ങൾ ഇങ്ങോട്ടും പറയണ്ട. അപ്പം അല്ലാഹ് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ട് കേൾക്കണ്ടായിരുന്നില്ല. ഒക്കെ അങ്ങനപ്പോൾ റസൂലുള്ളാഹിനെ അല്ലാഹ് കണ്ടിട്ടേ ഇല്ലേ? അല്ലാഹ് നബി തങ്ങളെ കണ്ടെത്താൻ ആരെയും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾ മംഗലാപുരത്തും കണ്ട, ഉടുപ്പിന്നും കണ്ടില്ല, കാസർഗോഡിനും കണ്ടു. ആരാ ഇന്ന് മുണ്ടത് നീ തങ്ങളെ കണ്ടത് എന്നെ. എങ്കിലും എൻ്റെ ഒരു ആശയക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ പറഞ്ഞോ ഒക്കെ ഇന്ന് ഒറ്റ കുമ്പോൾ നിങ്ങൾ കിടക്കിരിക്കാൻ പറഞ്ഞു. എനിക്കൊരാശ
അല്ല വലിയ പിരിച്ചക്കാർ 10 കൊതി കണ്ണ് മൈക്കാളത്തുനിന്ന് പുരക്കി വരും സർവത്ത ചായ എന്നാൽ തങ്ങളെപ്പോഴും കാണുന്ന അത് വേറെ. ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ദീർഘമായ 23 കൊല്ലം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു എത്തിച്ചത് നബിയങ്ങൾക്കല്ലേ. പക്ഷെ ഒരാഗ്രഹം, എൻ്റെ നബിനെ എൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുവരണം. അതിനാണ് ജിബ്രീലിനെ അയച്ചത്. ജിബ്രീലിൻ്റെ ചിറകിൽ കൂടി പോയി കണ്ടു. അള്ളാഹ്ക്ക് എത്ര പൂതി തീരുവാണ്. പൂതി എന്ന് പറഞ്ഞാൽ മലയാളം ഇവിടെ നിന്നല്ല, എന്ത് ആശ തീരുവാണത്. അള്ളാഹ്ക്കുള്ള ആ ഒരു ആശയമില്ല നബി എന്നൊക്കെ എൻ്റെ അടുത്തേക്ക് വേണം, അത് തീരുവാനുള്ള സംസാരിച്ചു. എൻ്റെ ബെരുമ്പക്ക് കൊടുത്തൊരു സമ്മാനമാണ്. നമ്മളെ പ്രകാരം വന്നാൽ അല്ലെങ്കിൽ പോകുമ്പോൾ നല്ലൊരു ഇത് കൊടുക്കും. ഇപ്പം ഇടയ്ക്കെന്തോ തന്നല്ല, എന്നെന്തോ ചെറിയ മെമ്മറുണ്ടോ എന്ത് മെമ്മൻറ്റോ അതിന് പുറത്തേക്ക് ഇടക്കരുത്. ഇംഗ്ലീഷ് ആക്കും സാലല്ലോ ഇതുപോലെ വന്നിട്ട് പോകുമ്പോൾ കൊടുക്കണ്ട. ആ കൊടുത്ത എന്തായാലും ആ മെമ്മറാണ് ഇതിൻ്റെ 5 വഖ്ത് നിസ്കാരം.